ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്നുള്ള ഇൻട്രസ്റ്റിംഗ് ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. എനിവേ മൈസെൽഫ് ഷാർണി അഗസ്റ്റിൻ. അപ്പോൾ നമ്മൾ എന്താണേലും ആദ്യം കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്നുള്ള ആ ചാപ്റ്ററിലെ ഒരു റിവിഷൻ പാർട്ടാണ് കാണുക. അതിനുശേഷം അതിനെ കണക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ എനിവേ നമുക്കറിയാം കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്നുള്ളത് ഇനോർഗാനിക് കെമിസ്ട്രിയിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ ഇതിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ചാപ്റ്ററിലെ മെയിൻലി ഉള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ കണക്ഷൻ വരുന്ന വേറെ ചാപ്റ്റേഴ്സും ഉണ്ടല്ലേ. അതായത് സൊല്യൂഷൻസ് എന്നുള്ള ചാപ്റ്ററിനെ കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരാം. ഇനി അതേപോലെ കണക്ട് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്ററാണ് പ്യൂരിഫിക്കേഷൻ എന്നുള്ള ചാപ്റ്റർ അല്ലേ. അവിടെയും കോർഡിനേഷൻ കോമ്പൗണ്ട്സ് കുറേ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിലെ മെയിൻ മീൻസ് മെറ്റൽ ഏതാണ് എന്നുള്ളതും അല്ലെങ്കിൽ അവരുടെ കോർഡിനേഷൻ കോംപ്ലക്സ് ഏതാണെന്നുള്ളതും അങ്ങനെയുള്ള മീൻസ് കോർഡിനേഷൻ നമ്പർ ഏതാണെന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അതിനെ കണക്ട് ചെയ്ത് ചോദിക്കാറുണ്ട്. പിന്നെ നമുക്ക് ഇതിനെ കണക്ട് ചെയ്ത് ചോദിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് പ്രാക്ടിക്കൽ കെമിസ്ട്രി അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ പല പല കോംപ്ലക്സസും കാണുന്നുണ്ട്. അപ്പം ഈ ഒരു ചാപ്റ്ററിലെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിനുശേഷം നമുക്കിതിലെ കണക്റ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ എനിവേ ഏറ്റവും ആദ്യമേ നമ്മൾ ഈ ചാപ്റ്ററിൽ കാണുന്നത് വെർണേഴ്സ് കോർഡിനേഷൻ തിയറി എന്നുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ വെർണേഴ്സ് കോർഡിനേഷൻ തിയറിയിൽ നമ്മൾ കാണുന്നത് ഡിഫറെൻറ്റ് കോംപ്ലക്സസിൻ്റെ ഫോർമേഷനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും ആദ്യമേ ആ കോംപ്ലക്സസുകളെ ജസ്റ്റ് ഒന്ന് നോക്കുകയാണ്. ഇതിനെ കണക്ട് ചെയ്തിട്ട് ഒരു പ്രോബ്ലം ടൈപ്പ് ക്വസ്റ്റ്യൻ എന്താണെങ്കിലും വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലെ കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുകയാണ്. അപ്പോൾ ഇവിടെ കൊബാൾട്ട് ക്ലോറൈഡ് ഉള്ള ഒരാളെ വെച്ചിട്ടാണ് ഈ എക്സ്പെരിമെൻറ്റ് ഫുള്ളേ വെർണർ ചെയ്യുന്നത് അല്ലേ. കൊബാൾട്ട് ക്ലോറൈഡ് 6NH3 കമ്പൈൻഡ് ആയിട്ട് നിൽക്കുമ്പോൾ എന്താണ് ആ ഒരു റിസൾട്ട് കിട്ടിയത്? അത് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ കളേർഡ് ആയിട്ടുള്ള കോംപ്ലക്സസ് ആണ് ഫോം ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ യെല്ലോ കളേർഡ് ആയിട്ടുള്ള ഒരു കോംപ്ലക്സ് ആണ് ഫോം ചെയ്തത്. ഇനി അതേപോലെ തന്നെ കൊബാൾട്ട് ക്ലോറൈഡ് 5NH3 വെച്ച് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയ പ്രൊഡക്റ്റിൻ്റെ ആ ഒരു കളർ എന്തായിരുന്നു? ദെൻ ഇവരുടെ കളർ എന്താണ്? പർപ്പിൾ കളറാണ് വരിക. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ ഒരു കളർ വേരിയേഷൻ അടുത്ത് നമുക്ക് കാണാൻ പറ്റും. കൊബാൾട്ട് ക്ലോറൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് 4NH3. 4NH3യുടെ കേസിൽ നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് കോംപ്ലക്സസ് ഫോം ചെയ്യുന്നു, മീൻസ് കളർ ഫോം ചെയ്യുന്നുണ്ട്. ഗ്രീൻ അല്ലെങ്കിൽ വയലറ്റ് കളർ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് കോംപ്ലക്സുകളെ പറ്റിയാണ് ജനറലി നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റുക. അപ്പോൾ ഈ കളർ നമ്മൾ ആസ്വദിച്ച് ഇതേപോലെ തന്നെ പഠിക്കണം. ഇനി ഇതിൻ്റെ അകത്തുനിന്നുള്ള ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും വരുന്നത്? നമ്മൾ ഈ കളേർഡ് ആയിട്ടുള്ള കോംപ്ലക്സിലേക്ക് AgNO3 ആഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ വെർണർ ഈ ഒരു എക്സ്പെരിമെൻറ്റ് നടത്തിയ സമയത്ത് യെല്ലോ കളേർഡ് ആയിട്ടുള്ള ഈ കോംപ്ലക്സിലേക്ക് AgNO3 ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എത്ര മോൾസ് ഓഫ് പ്രസിപ്പിറ്റേറ്റ് ആണ് ഫോം ചെയ്തിട്ടുണ്ടാവുക? 3 മോൾസ് ഓഫ് AgCl ആണ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം എന്താണ് എക്സ്പെരിമെൻ്റൽ പാർട്ട് എന്ന് പറഞ്ഞിട്ട് ഇത് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാന്നുള്ളത് നമുക്ക് ജസ്റ്റ് കാണാവേ. ഇവിടുത്തെ കേസിൽ AgNO3 ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയ കോംപ്ലക്സ് അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടായിരുന്നു? 2 മോൾസ് ഓഫ് AgCl പ്രസിപ്പിറ്റേറ്റ് ആണ് ഫോം ചെയ്തത്. ഇവിടുത്തെ കേസിലാണെങ്കിൽ AgNO3 ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 1 മോൾ AgCl പ്രസിപ്പിറ്റേറ്റ് ആണ് ഫോം ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് വെർണർ ഈ കോംപ്ലക്സിനെ പറ്റിയുള്ള സ്റ്റഡീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് അല്ലേ. അപ്പോൾ ഇവിടെ ഫോം ചെയ്ത കോംപ്ലക്സ് എന്തായിരിക്കും എന്ന് നമ്മൾ എങ്ങനെയായിരിക്കും മനസ്സിലാക്കുക? ഇവിടെ ഫോം ചെയ്ത കോംപ്ലക്സ് എങ്ങനെയാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. 3 മോൾസ് ഓഫ് AgCl പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അവിടെ അയണൈസ് ചെയ്ത ക്ലോറിൻ്റെ നമ്പർ എത്രയാണ്? 3 ആണ് അല്ലേ. അപ്പോൾ അങ്ങനെ 3 മോൾസ് ഓഫ് ക്ലോറിൻ അവിടെ പ്രസിപ്പിറ്റേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ലോറിൻ പുറത്ത് എത്ര പേര് കാണുമായിരിക്കും? 3 ആൾക്കാർ കാണും. അങ്ങനെയാണ് നമ്മൾ Cl3 എന്ന് കൊടുത്തത്. ഇനി ഇവിടെ റിമൈനിങ് ആയിട്ടുള്ള ആൾ ആര് തന്നെയാണ്? 6 മോൾസ് ഓഫ് 6NH3 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ CO NH3 6 ടൈംസ് എന്ന് നമ്മൾ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ ഫോം ചെയ്ത കോംപ്ലക്സ്. ഇനി ഇതേപോലെ തന്നെ അടുത്ത ആളുടെ കേസ് നമ്മൾ എഴുതുവാണ്. CO ഇവിടെ കോർഡിനേഷൻ സ്പിയറിൻ്റെ പുറത്ത് എത്ര ക്ലോറിൻ ആറ്റംസ് ഉണ്ടാവുമായിരിക്കും? 2 ക്ലോറിൻ ആയിരിക്കും ഉണ്ടാവുക. കാരണം 2 മോൾസ് ഓഫ് AgCl ആണല്ലോ പ്രസിപ്പിറ്റേറ്റ് ചെയ്തത്. ഇനി CO ഇവിടെ NH3 എത്ര ടൈംസ് ആണുള്ളത്? NH3 5 ടൈംസ് ആണുള്ളത്. ദെൻ റിമൈനിങ് ഒരു ക്ലോറിൻ ഉണ്ട്, അവരെ നമ്മൾ ഈ കോർഡിനേഷൻ സ്പിയറിൻ്റെ അകത്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് പർപ്പിൾ കളേർഡ് ആയിട്ടുള്ള ഒരു കോംപ്ലക്സ് ഫോം ചെയ്തത്. ഇനി ഇതേപോലെ തന്നെ ഇവരുടെ കേസിൽ വരുന്ന കോംപ്ലക്സിൻ്റെ അകത്ത് ഇവിടെ കൗണ്ടർ അയണായിട്ട് എത്രയായിരിക്കും ക്ലോറിൻ ഉണ്ടാവുക? 1 ക്ലോറിൻ ആയിരിക്കും ഉണ്ടാവുക. റിമൈനിങ് ക്ലോറിനെ നമ്മൾ ഇവിടെ കൊടുത്തു. ദെൻ CO NH3 4 ടൈംസ്, NH3 4 ടൈംസ്, ദെൻ Cl2 ആണ് വരിക. ഇങ്ങനെ ഒരു കോംപ്ലക്സ് ആണ് ഇവിടെ ഫോം ചെയ്തത്. അപ്പോൾ ഈ കോംപ്ലക്സുകൾ എങ്ങനെയാണ് ഫോം ചെയ്തത് എന്നുള്ളത് പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. നമ്മളോട് ചിലപ്പോൾ ചോദിക്കും 3 മോൾസ് ഓഫ് AgCl പ്രസിപ്പിറ്റേറ്റ് ചെയ്ത കോംപ്ലക്സ് ഏതാണെന്ന് ചോദിക്കാം. ദെൻ അവരുടെ കോർഡിനേഷൻ സ്പിയറിന് പുറത്ത് 3 ക്ലോറിൻ ആറ്റംസ് ആയിരിക്കുമല്ലോ ഉണ്ടാവുക.
ഇനി ഇവരെ കമ്പൈൻ ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് എഴുതാനും ഈസിയാണ്. കോർഡിനേഷൻ നമ്പർ 6 ആണെന്ന് നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുക. NH3 ഫുള്ളും നമ്മൾ കോർഡിനേഷൻ സ്പിയറിൻ്റെ അകത്ത് കൊടുത്തിട്ട് റിമൈനിങ് ആയിട്ടുള്ള ക്ലോറിനെ നമ്മൾ പുറത്തായിട്ട് എഴുതിയാൽ മതി. അപ്പോൾ അങ്ങനെയാണ് ഈ കോംപ്ലക്സുകളെല്ലാം നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പോൾ ഇങ്ങനെ ഒരു റിയാക്ഷൻ തന്നതിന് ശേഷം അവർ പറയാണ് ഇവർ എത്ര മോൾസ് ഓഫ് AgCl പ്രസിപ്പിറ്റേറ്റ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ആ ഒരു കോംപ്ലക്സിനെ എഴുതാൻ പറ്റും. ആഫ്റ്റർ ദാറ്റ് എത്ര മോൾസ് ഓഫ് AgCl പ്രസിപ്പിറ്റേറ്റ് ചെയ്തു എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റും. ഇനി ഇതിനകത്തുനിന്ന് വേറൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും കൂടെ ചോദിക്കാം കേട്ടോ. ഈ ഒരു കോംപ്ലക്സിൻ്റെ I വാല്യൂ എന്തായിരിക്കും? I വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വാൻ ഹോ ഫാക്ടർ I അല്ലേ? എത്ര പേരായിട്ടാണ് ഇവർ ഡിസോസിയേറ്റ് ചെയ്തത് അതിൻ്റെ നമ്പർ ആയിരിക്കുമല്ലോ I വാല്യൂ ഇവരുടെ കേസിൽ. അപ്പോൾ ഇവിടെ I വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇവിടെ 3 ക്ലോറിൻ ആറ്റംസ് കാണും. ഈ ഒരു കോർഡിനേഷൻ സ്പിയർ ആശ്രയിച്ച് അങ്ങനെയായിരിക്കും. ദെൻ ഇവരുടെ I വാല്യൂ എന്ന് പറയുന്നത് 4 ആയിരിക്കും. ഇവിടുത്തെ I വാല്യൂ 3 ആയിരിക്കും. ഇവിടുത്തെ I വാല്യൂ 2 ആയിരിക്കും വരിക. ഇനി ഇവരുടെ കേസിൽ എന്തുകൊണ്ടാണ് ഗ്രീൻ ഓർ വയലറ്റ് നമ്മൾ കാണുക? അതിന് കാരണം എന്താണ്? സിസ് ട്രാൻസ്ഫോം ഇവർക്ക് പോസിബിൾ ആയിട്ടുണ്ട്. സിസിൻ്റെയും ട്രാൻസിൻ്റെയും കളർ ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ടാണ് ഗ്രീൻ ഓർ വയലറ്റ് നമ്മൾക്ക് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ I വാല്യൂ ഇതിൻ്റെ അകത്തുനിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. പിന്നെ നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു കാര്യം ഇലക്ട്രോലൈറ്റ് ഏതായിരിക്കും എന്നുള്ളതാണ് നമ്മളോട് ചോദിക്കുക. കണ്ടക്ടിവിറ്റി ഡ്യൂ ടു അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി കറസ്പോണ്ട്സ് ടു വിച്ച് ടൈപ്പ് ഓഫ് ഇലക്ട്രോലൈറ്റ്. ഇവരുടെ കേസിൽ വരുന്ന ഇലക്ട്രോലൈറ്റ് എങ്ങനെയായിരിക്കും? 1:3 ഇലക്ട്രോലൈറ്റ് ആയിട്ടായിരിക്കും വരിക. ഇത് കോർഡിനേഷൻ സ്പിയർ ആണ്. ആ സ്പിയറിൻ്റെ ചാർജ് 3+ ആയിരിക്കുമല്ലോ. അപ്പോൾ പോസിറ്റീവ്ലി ചാർജഡ് ആയിട്ടുള്ള ഒരു സ്പിയർ, ദെൻ 3Cl- ആണ് ഉണ്ടാവുക. അപ്പോൾ 1:3 ഇലക്ട്രോലൈറ്റ് ആയിരിക്കും. ഇവരുടെ കേസിൽ 1:2 ഇലക്ട്രോലൈറ്റ് ആയിരിക്കും. ഇവരുടെ കേസിൽ 1:1 ഇലക്ട്രോലൈറ്റ് ആയിരിക്കും. മേ ബി നമ്മളോട് ഇലക്ട്രോലൈറ്റ് ചോദിക്കാം, കോംപ്ലക്സ് തരാം, കോംപ്ലക്സ് ഓപ്ഷൻസിൽ ഉണ്ടാവാം. അതുപോലെ തന്നെ കോംപ്ലക്സ് തന്നിട്ട് നമുക്ക് ഇതേപോലെ ഇലക്ട്രോലൈറ്റ് ഏതാണെന്നുള്ളത് ക്വസ്റ്റ്യനും ചോദിക്കാം. ഇനി നമ്മളോട് ചോദിക്കാം, കുറേ ഓപ്ഷൻസ് തന്നിട്ട് നമ്മളോട് ചോദിക്കും മാക്സിമം കണ്ടക്ടിവിറ്റി ഡ്യൂ ടു. അപ്പോൾ കൂടുതൽ അയൺസ് ഫോം ചെയ്യുന്ന ആൾക്കാരായിരിക്കും കൂടുതൽ കണ്ടക്ടിവിറ്റി തരിക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ വെർണേഴ്സ് കോർഡിനേഷൻ തിയറിയിൽ നമ്മൾ ആ പോസ്റ്റ്ലേറ്റ്സിൽ 2 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നുണ്ട്. പ്രൈമറി വാലൻസ് ആൻഡ് സെക്കൻഡറി വാലൻസ്. ഒരു കോംപ്ലക്സ് തന്നിട്ട് അവിടെ പ്രൈമറി വാലൻസ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ നമ്മൾ എന്തായിരിക്കും കണ്ടുപിടിക്കേണ്ടത്? പ്രൈമറി വാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് സെൻട്രൽ മെറ്റലാണ്. സെക്കൻഡറി വാലൻസ് എന്താണ്? കോർഡിനേഷൻ നമ്പർ ആണ് അല്ലേ? അതാണ് നമ്മളിനി അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ പ്രൈമറി വാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? പ്രൈമറി വാലൻസ് എന്ന് പറയുന്നത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് മെറ്റൽ ആണ്. ദെൻ സെക്കൻഡറി വാലൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സെക്കൻഡറി വാലൻസ് ഈസ് കോർഡിനേഷൻ നമ്പർ. കോർഡിനേഷൻ നമ്പർ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ടത്. ഇനി ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. കാരണം ലിഗാൻസിൻ്റെ ഒക്കെ ചാർജ് അറിയാമെങ്കിൽ നമുക്ക് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാം. ഡിഫിക്കൽറ്റി ഒന്നുമില്ല. ഇനി കോർഡിനേഷൻ നമ്പർ കണ്ടുപിടിക്കുമ്പോൾ ഒരു ചെറിയ കാര്യം ശ്രദ്ധിക്കണം. ഇവരുടെ കേസിൽ MEN ത്രൈസ് എന്ന് പറയുന്ന ആളുടെ കേസിൽ ഇവൻ്റെ കോർഡിനേഷൻ നമ്പർ എത്രയായിരിക്കും വരിക? യെസ്, കോർഡിനേഷൻ നമ്പർ 6 ആയിരിക്കും ഇവിടെ വരിക. 3 എന്ന് കൊടുക്കാൻ പറ്റില്ല. കാരണം EN എന്ന് പറയുന്നത് ഈഥേൻ 1,2 ഡയമീൻ ബൈഡൻഡേറ്റ് ലിഗാൻഡ് ആയതുകൊണ്ട് കോർഡിനേഷൻ നമ്പർ 6 എന്നായിരിക്കും വരിക. അപ്പോൾ ഈ ഒരു കാര്യം മാത്രമേ ഇവിടെ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. അപ്പോൾ വെർണേഴ്സ് കോർഡിനേഷൻ തിയറി എന്താണ് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ലിഗാൻസിനെ കുറിച്ചാണ്. ലിഗാൻസ് പല ടൈപ്പ് ഉണ്ടെന്ന് നമുക്കറിയാം. ആനിയോണിക് ലിഗാൻസ് ഉണ്ട്, കാറ്റോണിക് ലിഗാൻസ് ഉണ്ട്. ദെൻ കാറ്റോണിക് ലിഗാൻസ് വളരെ റെയർ ആണ്. നൈട്രോണിയം അയൺ അല്ലെങ്കിൽ നൈട്രോസോണിയം, ഹൈഡ്രസീനിയം ഇവരൊക്കെയാണ് പോസിറ്റീവ്ലി ചാർജഡ് ആയിട്ട് വരുന്നവർ. അവർ റെയർ ആയിട്ടുള്ള ആളാണ്. ഈ NO+ വരുന്നൊരു കോംപ്ലക്സ് ഉണ്ടല്ലോ, ആ കോംപ്ലക്സ് എന്താണ്? ബ്രൗൺ റിംഗ് കോംപ്ലക്സിൻ്റെ അകത്തൊക്കെ NO എന്ന് പറയുന്നത് നൈട്രോസിലല്ല NO+ ആണ് കേട്ടോ വരിക. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒക്കെ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസിൽ NO എന്നുള്ളതിന് ചാർജ് കൊടുത്തോണം. NO+ ആണ് കേട്ടോ വരുന്നത്. ഇനി അതേപോലെ തന്നെ നമുക്ക് നെഗറ്റീവ്ലി ചാർജഡ് ആയിട്ടുള്ള ലിഗാൻസ് ഉണ്ട്, അതുപോലെ ന്യൂട്രൽ ലിഗാൻസും ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുവാണേ. നമ്മൾ ലിഗാൻസിൻ്റെ കേസിൽ നെഗറ്റീവ്ലി ചാർജഡ് ലിഗാൻസ് പറയുമ്പം Cl-, ഇവരുടെ നെയിം എങ്ങനെയായിരിക്കും? ക്ലോറിഡോ എന്നായിരിക്കും നമ്മൾ കൊടുക്കുക. OH- എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഹൈഡ്രോക്സിഡോ എന്നായിരിക്കും. ദെൻ ഹാലജൻസിനെ എല്ലാം ഇതേപോലെ തന്നെ ക്ലോറിഡോ, അയഡിഡോ, ബ്രോമിഡോ ഈ രീതിക്കായിരിക്കും കൊടുക്കാം. ഇനി വേറൊരാളാണ് C2O4 2-. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആളാണ്. C2O4 2- എന്ന് പറയുമ്പം അവരെന്താണ്? OX നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. ദാറ്റ് ഈസ് ഓക്സലേറ്റോ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾ. ദെൻ ഗ്ലൈസിനേറ്റോ എന്ന് പറയുന്ന ആൾ GLY എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. ഇവരുടെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും ഇരിക്കുക? NH2 CH2 COO- ആയിട്ട് വരുന്നയാളാണ് ഗ്ലൈസിനേറ്റോ. ഓക്കെ, ഇനി EN എന്ന് പറയുന്ന ആളൊക്കെ എന്താണ്? ന്യൂട്രൽ ആയിട്ട് വരുന്ന ലിഗാൻസ് ആണ്. ന്യൂട്രൽ ആയിട്ട് വരുന്ന ലിഗാൻസ് ആണ് EN പോലുള്ള ആൾക്കാർ. EN എന്ന് പറയുമ്പം ഇവരുടെ സ്ട്രക്ചർ എങ്ങനെയാണ് വരിക? CH2 CH2 ഇവിടെ NH2 NH2 ഇതാണ് EN എന്ന് പറയുന്ന ആൾ.
ഇനി ഇതുപോലെ തന്നെയുള്ള ആളാണ് NH3. ഇവരുടെ പേര് എഴുതുമ്പോൾ ഒരു ചെറിയ ഡിഫറൻസ്, 2 M നമ്മൾ കൊടുക്കും അല്ലേ. അമീൻ എന്നാണല്ലോ ഇവരെ റെപ്രസെൻ്റ് ചെയ്യുക. NH3 എന്ന് പറയുമ്പോൾ അമീൻ എന്നാണ്, 2 M ഉണ്ട്. ഓക്കെ, ഇനി വാട്ടർ വരുമ്പോഴത്തേനും അക്വ എന്നാണ് പറയുക. അപ്പോൾ ഇങ്ങനെ ലിഗാൻസിൻ്റെ പേരുകളൊക്കെ നമുക്കൊന്ന് ഫെമിലിയർ ആകണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രം ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മളിതിൻ്റെ ലിഗാൻസിൻ്റെ കൂട്ടത്തിൽ കാണുന്ന ഒരു കാര്യമാണ് കീലേറ്റിംഗ് ലിഗാൻസ് അല്ലേ. അപ്പോൾ കീലേഷൻ എന്താണ്? കീലേറ്റിംഗ് ലിഗാൻസ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കീലേറ്റിംഗ് ലിഗാൻസ് ഇതാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം അതായത് ബൈഡൻഡേറ്റ് അല്ലെങ്കിൽ പോളിഡൻഡേറ്റ് ലിഗാൻസിനെ എല്ലാം നമുക്ക് എന്തെന്ന് വിളിക്കാം? കീലേറ്റിംഗ് ലിഗാൻസ് എന്ന് വിളിക്കാം. അതായത് റിങ് ഫോം ചെയ്യുന്ന ആൾക്കാരാണ് കീലേറ്റിംഗ് ലിഗാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ റിങ് ഫോമേഷൻ നടക്കുമ്പോൾ അവർ എക്സ്ട്രാ സ്റ്റേബിൾ ആകുന്നു. അങ്ങനെ സ്റ്റേബിൾ ആകുന്ന ആ ഒരു ഫിനോമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കീലേറ്റിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ബൈഡൻഡേറ്റ് അല്ലെങ്കിൽ ഡൈഡൻഡേറ്റ് കേട്ടോ, ബൈഡൻഡേറ്റ് ഓർ പോളിഡൻഡേറ്റ് ലിഗാൻസ് ഒക്കെയാണ് ഈ കീലേറ്റിംഗ് ലിഗാൻസിന് എക്സാമ്പിൾസ് ആയിട്ട് നമ്മൾ പറയുക. പോളിഡൻഡേറ്റ് ലിഗാൻസ്. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞ ആൾക്കാരൊക്കെ ആരൊക്കെയാണ്? EN, ഓക്സലേറ്റോ, ഇവരെല്ലാവരും എന്താണ്? കീലേറ്റിംഗ് ലിഗാൻസ് ആണേ. EN എക്സാമ്പിൾ ആണ്, ഓക്സലേറ്റോ എക്സാമ്പിൾ ആണ്, ദെൻ EDTA4- ഒരു എക്സാമ്പിൾ ആണ്, EDTA4-. ഓക്കെ, ഇവരുടെ സ്ട്രക്ചർ എന്താണ്? എഥിലീൻ ഡയമീൻ ടെട്രാ അസറ്റിക് ആസിഡ്. അവരുടെ മാക്സിമം ഡെൻസിറ്റി എത്രയാണെന്ന് ചോദിച്ചാൽ 6 ആണ് വരുന്നത് അല്ലേ. അവരുടെ സ്ട്രക്ചർ നമുക്ക് അറിയാമായിരിക്കുമല്ലോ. സ്ട്രക്ചർ വരുമ്പോൾ എങ്ങനെയാണ്? CH2, ഇവിടെ CH2, N, ഇവിടെ N, CH2 COO-, ഇവിടെ വരുമ്പോൾ CH2 COO-, ഇവിടെ CH2 COO- വരും, ഇവിടെ CH2 COO-. കണ്ടോ? അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു സ്ട്രക്ചറാണ്. 4 ആൾക്കാർ ഇവിടെ ഡൊണേറ്റ് ചെയ്യാനുണ്ട്. ദെൻ ഇവിടെ 2 പേരും കൂടെ. മാക്സിമം ഡെൻസിറ്റി എന്ന് പറയുന്നത് 6 ആണ്. പോളിഡെൻഡേറ്റ് ആയിട്ട് വരുന്ന ലിഗാൻഡ് ആണ്. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ വരുന്ന ആൾക്കാരാണ് DIEN എന്ന് പറയുന്ന ആൾ. ഇതെന്താണ്? ഈഥൈൻ 1,2 ഡയമീൻ 2 പ്രാവശ്യം കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു സ്ട്രക്ചർ. അതുകൊണ്ടാണ് നമ്മൾ DIEN എന്ന് പറയുക. ഇവരുടെ കേസിൽ ഡൈഈഥൈൽ അതുപോലെ തന്നെ ട്രൈ അമീൻ എന്നുള്ള സ്ട്രക്ചറാണ് DIEN എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ TREN, ഇതും എന്താണ്? ട്രൈ ഈഥൈൽ ഗ്രൂപ്പാണ്. ട്രൈ ഈഥൈൽ ടെട്രാമീൻ എന്ന് പറയുന്ന ആളാണ് TREN എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പോളിഡെൻഡേറ്റ് ആയിട്ട് വരുന്ന ലിഗാൻസും എന്താണ്? കീലേറ്റിംഗ് ലിഗാൻസ് ആണ്. ഇവരുടെ ഒരു പ്രത്യേകത എന്താണ്? റിംഗ് ഫോമേഷൻ നടക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു കോംപ്ലക്സ് എക്സ്ട്രാ സ്റ്റേബിൾ ആയിരിക്കും. ഇപ്പോൾ മോണോഡെൻഡേറ്റ് ആയിട്ടുള്ള ഒരു ലിഗാൻഡ് നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ ഇതേപോലെ കീലേറ്റിംഗ് ലിഗാൻഡ് ഫോം ചെയ്യുന്ന ഒരാളെയും തന്നിട്ടുണ്ട്. ആരാണ് എക്സ്ട്രാ സ്റ്റേബിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിംഗ് ഫോം ചെയ്യുന്ന കീലേറ്റിംഗ് ലിഗാൻഡ് പ്രസൻ്റ് ആയിട്ടുള്ള ആളായിരിക്കും എക്സ്ട്രാ സ്റ്റേബിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അതായിരിക്കും ഇതിനകത്തുനിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ കീലേറ്റിംഗ് ലിഗാൻഡ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നെക്സ്റ്റ് വൺ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന ആംബിഡെൻഡേറ്റ് ലിഗാൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. ആംബിഡെൻഡേറ്റ് ലിഗാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ആംബിഡെൻഡേറ്റ് ലിഗാൻസ്, അതായത് ആംബിഡെൻഡേറ്റ് ലിഗാൻസ് ഒക്കെ മോണോഡെൻഡേറ്റ് ആയിട്ട് വരുന്ന ആൾക്കാർ തന്നെയാണ്. പക്ഷെ അവർക്ക് ഡോണർ ആറ്റംസ് ഉണ്ട്. 2 ഡോണർ ആറ്റംസ് ഉണ്ടാവും. ഒരു സമയം ഒരാൾ മാത്രമായിരിക്കും ഡോണർ ആറ്റമായിട്ട് എക്സിസ്റ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ ഇന്ന് വിളിക്കുക ആംബിഡെൻഡേറ്റ് ലിഗാൻസ് എന്ന് വിളിക്കുക. അതിനൊരു എക്സാമ്പിളായിട്ട് നമ്മൾ പഠിക്കുന്ന ഒരാളാണ് നൈട്രിറ്റോ N-ഉം നൈട്രിറ്റോ O-യും. ഇവരെ നമ്മൾ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുവാണെങ്കിൽ ഇതെന്താണ്? നൈട്രിറ്റോ N ആണ്, നൈട്രിറ്റോ N. ഇനി ONO എന്ന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുവാണെങ്കിൽ നമുക്കതിനെ എന്തെന്ന് വിളിക്കാം? നൈട്രിറ്റോ O എന്നായിരിക്കും വിളിക്കാൻ പറ്റുക. അതായത് ഇവിടെ നൈട്രജനും ഡൊണേറ്റ് ചെയ്യാം, ഓക്സിജനും ഡൊണേറ്റ് ചെയ്യാം. പക്ഷേ ഒരു പർട്ടിക്കുലർ മെറ്റൽ ആറ്റവുമായിട്ട് കോംപ്ലക്സ് ഫോം ചെയ്യുമ്പം നൈട്രജൻ മാത്രമാണ് ഡോണർ ആറ്റമായിട്ട് നിൽക്കുന്നതെങ്കിൽ അവരെ നമ്മൾ നെയിം ചെയ്യുമ്പോൾ നൈട്രിറ്റോ N എന്ന് കൊടുക്കും. ഇവരുടെ കേസിലാണെങ്കിൽ നൈട്രിറ്റോ O എന്നായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുക. ഓക്കെ, ഇതേപോലെ തന്നെയാണ് തയോസൈനറ്റോ. തയോസൈനറ്റോ N നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതുപോലെ നമ്മൾ CN- ഒക്കെ NC ഒക്കെ കേസ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ബൈഡെൻഡേറ്റ് എന്നുള്ള കാറ്റഗറിയിലല്ല നമ്മൾ ഇവരെ വിളിക്കുക. ആംബിഡെൻഡേറ്റ് എന്ന് പറയുമ്പോൾ 2 ഡോണർ ആറ്റംസ് ഉണ്ട്. അറ്റ് എ ടൈം ഒരു ആറ്റം മാത്രമായിരിക്കും അവരുടെ ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്ത് മെറ്റലുമായിട്ട് ബോണ്ട് ഫോം ചെയ്യുക. അങ്ങനെയുള്ള ആൾക്കാരെയാണ് ആംബിഡെൻഡേറ്റ് ലിഗാൻസ് എന്ന് വിളിക്കുക. കണ്ടോ? അപ്പം ലിഗാൻസ് തന്നെ പല ടൈപ്പ് നമ്മളിപ്പോൾ പറഞ്ഞു. മോണോഡെൻഡേറ്റ് ലിഗാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യുന്നവർ. ബൈഡെൻഡേറ്റ്, പോളിഡെൻഡേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ബൈഡെൻഡേറ്റ് 2 സെറ്റ് ഓഫ് ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യുന്നവർ, പോളിഡെൻഡേറ്റ് മോർ ദാൻ 2 ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യുന്നവർ. ഇനി അതിനകത്ത് വരുന്ന കുറച്ച് ടേംസ് ഒക്കെയാണ് നമ്മളിപ്പം കണ്ടത്. ഓക്കെ, അപ്പോൾ ലിഗാൻസിനെ കുറിച്ചുള്ള ഒരു കാര്യമാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇതല്ലാതെ ഇഷ്ടംപോലെ ലിഗാൻസ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം, നിങ്ങൾ പഠിക്കുന്നതാണ്. ഞാൻ ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രം മെൻഷൻ ചെയ്തതേ ഉള്ളൂ കേട്ടോ.
ഓക്കെ. ഇനി ഇതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരാളെയും കൂടെ ഇവിടെ ഒന്ന് മെൻഷൻ ചെയ്യാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളെയും കൂടെ, PPH3 എന്ന് പറയുന്ന ഒരാൾ. ഓക്കെ, അതായത് ഇവരുടെ സ്ട്രക്ചർ ഇത് എന്താണെന്ന് ചോദിച്ചാൽ ഇത്രേ ഉള്ളൂ, ട്രൈഫിനൈൽ ഫോസ്ഫീൻ എന്ന് പറയുന്ന ആളാണ്. ഫോസ്ഫീൻ PH3 ആണ്, അതിലെ 3 ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്തിട്ട് 3 ഫിനൈൽ ഗ്രൂപ്പ് വന്നിരിക്കുന്നു, ദാറ്റ് ഈസ് ട്രൈഫിനൈൽ ഫോസ്ഫീൻ. അവരെയും കൂടെ ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. ഇനി ഇവിടെ ഫിനൈൽ ഗ്രൂപ്പ് അല്ലാതെ വേറെ ഏതെങ്കിലും R ഗ്രൂപ്പ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരെയും തരാം കേട്ടോ. അപ്പോൾ PR3 എന്ന് പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും തരിക. അപ്പോൾ അവിടെ R ഗ്രൂപ്പ് വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ആ രീതിയിലുള്ള ന്യൂട്രൽ ലിഗാൻസിനെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ലിഗാൻസിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പം പറഞ്ഞത്. ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ടത് നെയിമിംഗ് ഓഫ് കോർഡിനേഷൻ കോംപ്ലക്സസ്. എങ്ങനെയാണ് ഇവരെ നെയിം ചെയ്യുക? നെയിം ചെയ്യുന്നതിന് പർട്ടിക്കുലർ റൂൾസ് ഉണ്ടെന്നറിയാം, എങ്കിലും ഓർഗാനിക് നെയിമിങ്ങിൻ്റെ അത്രയും റൂൾസ് ഒന്നും ഇതിനകത്തില്ല. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ. അപ്പോൾ ഇതിലെ ഓപ്ഷൻസ് നോക്കി തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. എനിവേ നമുക്ക് ഈ ഒരു കോംപ്ലക്സ് ഒന്ന് നെയിം ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കോർഡിനേഷൻ കോമ്പൗണ്ടിനെ കൊബാൾട്ട് അല്ലെങ്കിൽ കോർഡിനേഷൻ സ്പിയറിലുള്ള മെറ്റലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കുക എന്നുള്ള കാര്യമാണ് ഏറ്റവും ആദ്യമേ നമ്മളൊന്ന് നോക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുകയൊക്കെയാണ് ചെയ്യുന്നത്. ഇവിടെ 2 ക്ലോറിൻ ഉള്ളത് കൊണ്ട് -2 ആണ് ഇവർക്ക് ചാർജ് വരിക. അപ്പോൾ ഇവിടെ കോർഡിനേഷൻ സ്പിയറിൻ്റെ ചാർജ് എന്തായിരിക്കും വരിക? +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരിക്കും വരിക. അപ്പോൾ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. CONH3 4 times, then H2O Cl. ഇവർക്ക് ഇവിടെ -2 ആണ് വരിക, 2 Cl- വരുമ്പോൾ ഇവിടെ 2 ചാർജ് വരുന്നു. ഓക്കെ, ഇനി നമ്മൾ നേരെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും ചെയ്യുക. X ഇതിന് 0 ആണ്, ഇവനും ന്യൂട്രൽ ആയിട്ടുള്ള വരുന്ന ആളാണ്, ഇവന് മാത്രം ചാർജ് X-1 ദാറ്റ് ഈസ് ഈക്വൽ ടു +2. അങ്ങനെ X ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ എന്തെന്ന് കിട്ടി? +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് കിട്ടി. അപ്പോൾ കൊബാൾട്ടിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കിട്ടി. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇവിടെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ വേണം നമ്മൾ അതിൻ്റെ നെയിം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങൾ പഴയ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ റെഫർ ചെയ്യുവാണെങ്കിൽ മേ ബി അവരിങ്ങനെ ന്യൂട്രൽ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് അനിയോണിക് അങ്ങനെയുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവാം. മീൻസ് നോക്കുമ്പോൾ അങ്ങനെ കാണാൻ പറ്റുമായിരിക്കും. പക്ഷേ അതൊരു പഴയ നെയിമിംഗ് ആണ് കേട്ടോ. നമ്മളിപ്പോൾ നോക്കുന്നത് എല്ലാം ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതുക എന്നുള്ള കാര്യമാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. ഇനി മേ ബി നിങ്ങളിപ്പോൾ ക്ലോറോ എന്നൊക്കെ ഉള്ളൊരു റെപ്രസെൻറ്റേഷൻ ചിലപ്പോൾ കാണുമായിരിക്കും. അതും പണ്ടത്തെ നെയിമിംഗ് ആണ്. നമ്മൾ ക്ലോറിഡോ ഹൈഡ്രോക്സിഡോ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കേസിൽ എന്താണെങ്കിലും നമുക്കറിയാം, അമീനോ ആണ് ഇവിടെ ആദ്യം വരിക, ദെൻ അക്വ, അത് കഴിഞ്ഞ് ക്ലോറിഡോ, അങ്ങനെയാണ് വരിക. അപ്പോൾ നേരെ നമ്മൾ ആ നെയിം കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ ലിഗാൻസിൻ്റെ പേര് വേണം ആദ്യം കൊടുക്കാൻ, ടെട്രാ അമീൻ. അമീൻ എഴുതുമ്പം 2 M ഉണ്ടാവണം, കാരണം അമീൻ്റെ പേര് അങ്ങനെയല്ലേ നമ്മൾ കൊടുക്കുക. ഇനി അടുത്തത് അക്വ, ദെൻ ക്ലോറിഡോ, ഇനി കൊബാൾട്ട്. അവരുടെ എന്താണ് റോമൻ ലെറ്ററിൽ അവരുടെ നെയിം മീൻസ് അവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ കൊടുക്കണം, കൊബാൾട്ട് 3 ക്ലോറൈഡ്. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇവരുടെ പേര് നമുക്ക് കിട്ടി. ഇവിടെ നമുക്ക് മനസ്സിലാക്കാം കോർഡിനേഷൻ സ്പിയറിൻ്റെ ചാർജ് പോസിറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ അവരെ വേണം ആദ്യം നമ്മൾ നെയിം ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ മെറ്റലിൻ്റെ പേര് ആശ്രയിച്ച് അങ്ങനെ തന്നെ കൊടുത്താൽ മതി, കോർഡിനേഷൻ സ്പിയറിൻ്റെ ചാർജ് പോസിറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ. ഇനി ഇതേപോലെ തന്നെ അടുത്ത എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇവരുടെ കേസിൽ നമ്മൾ ഇവരെ സ്പ്ലിറ്റ് ചെയ്ത് ജസ്റ്റ് എഴുതുമ്പോഴത്തേനും CrC2O4 ത്രൈസ്. ദെൻ കോർഡിനേഷൻ സ്പിയറിൻ്റെ ചാർജ് എന്ത് വരുമായിരിക്കും? ഇവിടെ +3 ആണ് വരിക, അപ്പോൾ ഇവിടെ -3 എന്ന് വരും. ഓക്കെ, ഇനി ഇവരുടെ X മൈനസ് ഓക്സിലേറ്റോ എന്ന് പറയുമ്പോൾ ചാർജ് എത്രയാണ് വരിക? -2 ആണ് വരിക. ദാറ്റ് മീൻസ് -6 ദാറ്റ് ഈസ് ഇക്വൽ ടു -3. X ദാറ്റ് ഈസ് ഇക്വൽ ടു +3 എന്ന് വന്നു. അപ്പോൾ ഇവിടെ ക്രോമിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? +3 ആണ്. പക്ഷേ ഇവിടെ കൗണ്ടർ അയൺ എന്ന് പറയുന്ന ആൾക്കാണ് പോസിറ്റീവ് ചാർജ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പൊട്ടാസ്യം എന്നായിരിക്കും ആദ്യം കൊടുക്കുക. കൗണ്ടർ അയണിൻ്റെ നമ്പർ ഒന്നും നമ്മൾ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പൊട്ടാസ്യം ഇവിടെ വരുമ്പോൾ ട്രൈ ഓക്സലേറ്റോ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, കോർഡിനേഷൻ സ്പിയറിൻ്റെ ചാർജ് നെഗറ്റീവ് ആയതുകൊണ്ട് മെറ്റലിൻ്റെ പേരിൻ്റെ കൂട്ടത്തിൽ ATE എന്നും കൂടി ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ ട്രൈ ഓക്സലേറ്റോ ക്രോമേറ്റ് 3 എന്നായിരിക്കും നമ്മൾ അവരുടെ പേരിൻ്റെ കൂട്ടത്തിൽ കൊടുക്കുക, ക്രോമേറ്റ് 3. കണ്ടോ? അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മൾ അവരുടെ പേര് കൊടുക്കുക കോർഡിനേഷൻ സ്പിയറിൻ്റെ ചാർജ് നെഗറ്റീവ് ആണെങ്കിൽ. ഇനി കോർഡിനേഷൻ സ്പിയറിൻ്റെ ചാർജ് എങ്ങാനും 0 വരുവാണെങ്കിലോ? അങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ ഇതേ റൂൾ തന്നെയാണ് ഫോളോ ചെയ്യുക, പേര് അങ്ങനെ തന്നെയായിരിക്കും കൊടുക്കുക. ഇനി ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, ഈ പറയുന്ന ആൾ ഇവിടെ അയൺ ആണ് എന്ന് വിചാരിക്കുക. അയൺ ആണെങ്കിൽ അവരുടെ പേരിൻ്റെ കൂട്ടത്തിൽ ATE നമ്മൾ ചേർക്കണം. അങ്ങനെ ചേർക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, അവരുടെ ലാറ്റിൻ നെയിം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ലാറ്റിൻ നെയിം വെച്ചിട്ട് വേണം. കോർഡിനേഷൻ സ്പിയറിൻ്റെ ചാർജ് നെഗറ്റീവ് ആണെങ്കിലത്തെ കാര്യമാണ് ലാറ്റിൻ നെയിം ആയിരിക്കണം നമ്മളിവിടെ കൊടുക്കേണ്ടത്. ലാറ്റിൻ നെയിം എന്ന് പറയുമ്പം അയണിൻ്റെ ആണെങ്കിൽ ഫെറൈറ്റ് എന്ന് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്, സിൽവർ ആണെങ്കിൽ അർജൻറ്റേറ്റ് എന്ന് വേണം കൊടുക്കാൻ, ഗോൾഡ് ആണെങ്കിൽ ഓറേറ്റ് എന്നായിരിക്കും കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ലാറ്റിൻ നെയിംസ് യൂസ് ചെയ്യുന്ന ഏത് കേസിൽ മാത്രമാണ്? കോർഡിനേഷൻ സ്പിയറിൻ്റെ ചാർജ് നെഗറ്റീവ് ആകുമ്പോൾ കേസിൽ മാത്രമാണ് കേട്ടോ.
ഇനി ഇതേപോലെ തന്നെ വേറൊരാളുടെ കേസ് നമുക്ക് നോക്കാം. ഇവിടെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കണം. X-2 ദാറ്റ് ഈസ് ഇക്വൽ ടു ഇവിടെ വരുമ്പോഴത്തേനും ക്ലോറിൻ -1 ആണ്, അപ്പോൾ ഇവിടെ +1 എന്ന് വരും. അപ്പോൾ X ദാറ്റ് ഈസ് ഇക്വൽ ടു +3 എന്നാണ്. ഇനി ഇവരുടെ പേര് എഴുതുമ്പം ഒരു ചെറിയ കാര്യം, ഇവിടെ നമുക്കറിയാം ഡൈക്ലോറിഡോ എന്നാണ്. ഇവിടെ ഈഥൈൻ 1,2 ഡൈയമീൻ 2 തവണയുണ്ട് അല്ലേ. അപ്പോൾ ഈഥൈൻ 1,2 ഡൈയമീൻ്റെ പേരിൻ്റെ അകത്ത് ഓൾറെഡി ഡൈ എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇവരുടെ പേരിൽ എങ്ങനെയായിരിക്കും കൊടുക്കുക? ബിസ് എന്നായിരിക്കും കൊടുക്കേണ്ടത് അല്ലേ. ബിസ് ഈഥൈൻ 1,2 ഡൈയമീൻ അങ്ങനെ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ആ ഒരു കാര്യം മാത്രമേ ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. കോർഡിനേഷൻ സ്പിയറിൻ്റെ ചാർജ് പോസിറ്റീവാണ്, അതുകൊണ്ട് കൊബാൾട്ട് എന്ന് തന്നെ കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ പേര് വരുന്നത് എങ്ങനെയായിരിക്കും? ഡൈക്ലോറിഡോ ബിസ്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ബ്രാക്കറ്റ് കൊടുത്തു, ഈഥൈൻ 1,2 ഡൈയമീൻ. ഡൈയമീൻ കൊബാൾട്ട് 3 അങ്ങനെയായിരിക്കും കൊടുക്കുക. കൊബാൾട്ട് 3 ക്ലോറൈഡ് ഉണ്ടോ. അപ്പോൾ ഓൾറെഡി പേരിൻ്റെ അകത്ത് ഡൈ, ട്രൈ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് ബിസ്, ട്രിസ് എന്ന് കൊടുക്കേണ്ടത് കേട്ടോ. PN പോലെ തന്നെയുള്ള ആളാണ് ഓക്സലേറ്റോ എന്ന് കരുതി നമ്മളവിടെ ട്രിസ്, ബിസ് അങ്ങനെ കൊടുക്കാറില്ലല്ലോ. കാരണം ഓക്സലേറ്റോ എന്നുള്ള പേരിൻ്റെ അകത്ത് ഇങ്ങനെ ബിസ്, ഡൈ, ട്രൈ എന്നൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് നോർമൽ പേര് തന്നെ കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്. ഇനിയും ഇഷ്ടംപോലെ എക്സാമ്പിൾസ് നമ്മൾ ചെയ്തിട്ടുള്ളത് തന്നെയാണ്. എനിവേ നിങ്ങൾക്കൊന്ന് പ്രാക്ടീസിന് 2-3 കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നെയിമിങ്ങിൻ്റെ കേസ് നമ്മൾ പഠിച്ചു. ഇനി അടുത്തതാണ് ഐസോമറിസം. ഐസോമറിസം എന്ന് പറയുമ്പം ജനറൽ ആയിട്ടുള്ള കുറേ ആൾക്കാരെ നമ്മളൊന്ന് അറിഞ്ഞു വെച്ചാൽ മതി. ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. നമ്മളോട് ചോദിക്കുക ഇവർ ഒപ്റ്റിക്കലി ആക്റ്റീവ് ഓർ ഇനാക്റ്റീവ്, അല്ലെങ്കിൽ ഇവർ സിസ്ട്രാൻസ് ഐസോമറിസം, ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കുന്നുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇവിടുന്ന് വരുന്നത് അല്ലേ. അപ്പം ഐസോമറിസത്തിൽ നമുക്കറിയാം ജോമെട്രിക്കൽ ഐസോമറിസം, ഒപ്റ്റിക്കൽ ഐസോമറിസം, സ്റ്റീരിയോ ഐസോമറിസത്തിൻ്റെ കൂട്ടത്തിലാണ് വരിക. സ്ട്രക്ചറൽ ഐസോമറിസം ഇതിനകത്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ ഐസോമറിസം തന്നെ 2 ടൈപ്പാണ് മെയിൻലി വരിക. എന്താണ്? സ്ട്രക്ചറൽ ഐസോമറിസം ഉണ്ട്, സ്റ്റീരിയോ ഐസോമറിസം ഉണ്ട്. സ്റ്റീരിയോ ഐസോമറിസത്തിലാണ് നമ്മൾ ജോമെട്രിക്കലും അതുപോലെ തന്നെ ഒപ്റ്റിക്കലും പറയാം. ജോമെട്രിക്കൽ ആൻഡ് ഒപ്റ്റിക്കൽ. ഓക്കെ, ഇനി നമുക്കിത് രണ്ടുമായിരിക്കും ചെറിയൊരു കൺഫ്യൂഷൻ വരിക. ഈ സ്ട്രക്ചറൽ ഐസോമറിസത്തിൽ നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ സ്ട്രക്ചറൽ ഐസോമറിസത്തിൽ വരുന്ന 4 പേര് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുകയാണ്. 4 പേര് ഏതൊക്കെയാണ്? അയണൈസേഷൻ ഐസോമറിസം. എങ്ങനെയാണ് ഒരു കോംപ്ലക്സ് കിട്ടിക്കഴിഞ്ഞാൽ അവർ അയണൈസേഷൻ ഐസോമറിസം ഐസോമറിസം കാണിക്കുന്നുണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കണം. നമ്മളിതൊക്കെ പഠിച്ചാലും ചിലപ്പോൾ നമുക്ക് തെറ്റിച്ച് കളയാൻ ഒരു ചാൻസ് ഉണ്ട്. നമ്മൾ ഐസോമർ ആണെന്നുള്ളതാണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത് കേട്ടോ. ഒരു കോംപ്ലക്സിൻ്റെ അകത്തെ ആൾക്കാർ തന്നെ ആയിരിക്കണം അടുത്ത കോംപ്ലക്സിൻ്റെ അകത്തും ഉണ്ടാവേണ്ടത്. ആൾക്കാരുടെ നമ്പറൊക്കെ സെയിം ആയിട്ടേ വരാവുള്ളൂ, എങ്കിലല്ലേ അത് ഐസോമർ എന്ന് പറയാൻ പറ്റുള്ളൂ. ആ കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ചോണം കേട്ടോ. ഇനി നമുക്ക് അയണൈസേഷൻ ഐസോമറിസം കണ്ടുപിടിക്കാം. അയണൈസ് ചെയ്യുന്ന ആൾക്കാർ ഡിഫറൻ്റ് ആണെങ്കിൽ അവരുടെ കേസിൽ എന്ത് കാണിക്കും? അയണൈസേഷൻ ഐസോമറിസം കാണിക്കും. ഇനി അടുത്ത കേസ് നമ്മളിങ്ങനെ പറയാലോ, കോർഡിനേഷൻ ഐസോമറിസം. എങ്ങനെയാണ് കോർഡിനേഷൻ ഐസോമറിസം കാണിക്കുക? 2 കോർഡിനേഷൻ സ്പിയറുള്ള കോംപ്ലക്സുകളാണ് എങ്കിൽ അതിൻ്റെ അകത്തെ ആൾക്കാരെ ജസ്റ്റ് ഇങ്ങനെ ലിഗാൻസിനെ മെറ്റലിനെയൊക്കെ ജസ്റ്റ് ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്ത പോലെ കാണുകയാണെങ്കിൽ അവർ കോർഡിനേഷൻ ഐസോമറിസം കാണിക്കും. ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. പിന്നെയുള്ളതാണ് സോൾവേറ്റ് അല്ലെങ്കിൽ ഹൈഡ്രേറ്റ് ഐസോമറിസം. സോൾവെൻ്റ് ആയിട്ട് നമ്മുടെ വാട്ടറിൻ്റെ എമൗണ്ട് അല്ലെങ്കിൽ വാട്ടറിൻ്റെ ആൾക്കാരെ കോർഡിനേഷൻ സ്പിയറിൻ്റെ അകത്തേക്കും പുറത്തേക്കും ജസ്റ്റ് ഇങ്ങനെ ഇൻ്റർചേഞ്ച് ചെയ്ത് കാണുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കേസിൽ എന്തുണ്ടാവും? സോൾവേറ്റ് അല്ലെങ്കിൽ ഹൈഡ്രേറ്റ് ഐസോമറിസം ഉണ്ടാവും. പിന്നെ അടുത്ത് വരുന്നതാണ് ലിങ്കേജ് ഐസോമറിസം. ലിങ്കേജ് ഐസോമറിസത്തിൽ നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം, കാരണം അവിടെ പ്രസൻസ് ഓഫ് ആംബിഡൻ്റ് ലിഗാൻഡ് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഈസി ആയിട്ട് ഇവരെ ഐഡൻറ്റിഫൈ ചെയ്യാം. ഇതിനെ കണക്ട് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. അപ്പോഴത്തേന് നമുക്ക് ആ എക്സാമ്പിൾസ് ഒക്കെ കാണുകയും ചെയ്യും. അപ്പോൾ ഇത് നമുക്ക് പ്രശ്നമില്ല. ഇവരുടെ കേസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുമായിരിക്കും? അത് നമ്മൾ ജനറൽ ആയിട്ടുള്ള കുറച്ച് പേരെ ഒന്ന് പറയുവാണേ. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു റിവിഷൻ പോലെ എടുത്താൽ മതി. നമ്മൾ എല്ലാ കോംപ്ലക്സുകളും എടുത്ത് ഉള്ള പരിചയപ്പെടാൻ സമയമില്ലല്ലോ. അപ്പം നമുക്ക് ജസ്റ്റ് ഒരു ജനറൽ ആയിട്ടുള്ള ആൾക്കാരെ എടുക്കാവേ. അപ്പം ഞാനിവിടെ കോർഡിനേഷൻ നമ്പർ 4ൻ്റെ കേസ്, സ്ക്വയർ പ്ലാനാറിൻ്റെ കേസ് പറയുകയാണ്. MA4 ടൈപ്പ് ഉറപ്പായിട്ടും ജോമെട്രിക്കൽ കാണിക്കില്ല. 2 പേരെങ്കിലും വേണ്ടേ സിസ് ട്രാൻസ് പറയാൻ വേണ്ടിയിട്ട്? MA4ന് നോ ജോമെട്രിക്കൽ ഐസോമറിസം. ഓക്കെ, ഇനി MA3B എന്ന് പറയുമ്പോൾ ഇവിടെയും ജോമെട്രിക്കൽ കാണിക്കാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് 2 പേരെങ്കിലും ഉണ്ടെങ്കിലല്ലേ സിസ് ഓപ്പോസിറ്റ് സൈഡ് അല്ലെങ്കിൽ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവരുടെ കേസിലും എന്തില്ല? നോ ജോമെട്രിക്കൽ ഐസോമറിസം. ഇനി ഇതേപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും MA2B2 ടൈപ്പ്. എന്താണ് ഈ AB എന്നൊക്കെ ഉദ്ദേശിക്കുന്നത്? മോണോഡെൻഡേറ്റ് ആയിട്ടുള്ള 2 ലിഗാൻസ് സെയിം ആണ് ഇവിടെ. മോണോഡെൻഡേറ്റ് ആയിട്ടുള്ള 2 ലിഗാൻസ് അവിടെ ഡിഫറൻ്റ് ആയിട്ടാണ് വന്നേക്കുന്നത്. അങ്ങനെയുള്ള കേസിൽ നമുക്ക് സിസും ട്രാൻസും പറയാം അല്ലേ. ഓപ്പോസിറ്റ് സൈഡ് അഡ്ജസൻറ്റ് സൈഡ് പറയാം, ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ ഇവിടെ എന്തുണ്ട്? ഒരു സിസും ഉണ്ടാവും, ഒരു ട്രാൻസും ഉണ്ടാവും. ഓക്കെ, ഇത് നമുക്ക് എന്താണെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്യാം. ഇനി അടുത്ത ആളാണ് MA2BC.
MA2BCക്കകത്ത് നമ്മൾ നോക്കേണ്ടത് ഈ രണ്ട് ആൾക്കാരെയാണ്, അല്ലെങ്കിൽ ഈ രണ്ടുപേരെ നോക്കാം, പ്രശ്നമില്ല. ഇവിടെ രണ്ടുപേര് സെയിം ആയിട്ടുള്ള ആൾക്കാർ, അവർ ഓപ്പോസിറ്റ് ആണോ അഡ്ജസ്റ്റൻ്റ് ആണോ, അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഒരു സിസും കിട്ടും ഒരു ട്രാൻസും കിട്ടും. അപ്പോൾ ഇവരുടെ കേസിലും എന്താണ്, ഒരു സിസും ഒരു ട്രാൻസും ആണ്. ഇനി ഇതിനകത്ത് ഒരേ ഒരു പോസിബിലിറ്റി ഉള്ളൂ, അതെന്താണ്, MABCD ആണ്. അതായത് 4 ലിഗാൻസും ഡിഫറെൻ്റ് ആകുന്ന കേസ്. 4 ലിഗാൻസും ഡിഫറെൻ്റ് ആണെങ്കിൽ നമ്മൾ വിചാരിക്കും ഇവിടെ ജോമെട്രിക്കൽ വരാൻ ചാൻസ് ഇല്ല, പക്ഷേ ഇവിടെ ജോമെട്രിക്കൽ ഐസോമർസും ഉണ്ട്. അത് മാത്രം ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കാം. നിങ്ങളിപ്പോൾ പല രീതിക്കായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക, ഞാനൊരു മെത്തേഡ് പറയുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ MA എന്നുള്ള ആളെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കുവാണ് കേട്ടോ. അവിടെ 3 ഐസോമേഴ്സ് ആണ് ഉള്ളത്, ജോമെട്രിക്കൽ ഐസോമേഴ്സ്. 3 പേരെ എങ്ങനെ വരയ്ക്കാൻ പറ്റും ജസ്റ്റ് ഒന്ന് കാണിക്കാവേ. MA എന്ന് പറയുന്ന ആളെ ഞാനിവിടെ ഫിക്സ് ചെയ്ത് വെച്ചു. ഇനി എക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ഞാൻ B ഇവിടെ കൊടുത്തു, ഇവിടെ C കൊടുത്തു, ഇവിടെ ഞാൻ D കൊടുത്തു. ഇനി ഞാൻ അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇതിൻ്റെ അകത്ത് എഴുതാത്ത 2 ആൾക്കാരില്ലേ, അവരെ ജസ്റ്റ് ഒന്ന് കൊടുക്കുവാണേ. ഇവിടെ Cയും ഇവിടെ Dയും കൊടുക്കുവാണ്. ഇവിടുത്തെ Aയും Cയും ഉണ്ട്, അപ്പോൾ ഇവിടെ ഞാൻ Bയും Dയും കൊടുത്തു. ഇവിടെ Aയും Dയും ഉണ്ട്, ഇവിടെ ഞാൻ Bയും Cയും കൊടുത്തു. ഓക്കെ, ഇനി ഞാൻ ഇതിനകത്ത് സിസും ട്രാൻസും ഐഡൻറ്റിഫൈ ചെയ്യാൻ പോവുകയാണേ. ഞാൻ എടുക്കുന്ന അല്ലെങ്കിൽ ഞാൻ കൺസിഡർ ചെയ്യുന്ന ആൾ Aയും Cയും ആണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ Aയും Cയുടെ അഡ്ജസ്റ്റൻ്റ് വന്നതുകൊണ്ട് ഇതെന്തായിരിക്കാം, സിസ് ആയിരിക്കാം. ഇവിടെ Aയും Cയും ട്രാൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്, ഇവിടെ Aയും Cയും അഡ്ജസ്റ്റൻ്റ് ആയിട്ട് വന്നു. അപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്, 2 സിസും ഒരു ട്രാൻസും ആണ് കിട്ടിയേക്കുന്നത്. ഇനി Aയും Cയും എന്നുള്ളത് അഡ്ജസ്റ്റൻ്റ് അല്ലേ, അപ്പോൾ ഇത് സിസ് എന്ന് എഴുതിയേക്കാം എന്ന് കരുതി. പക്ഷെ ഞാൻ ഇവിടെ വേറൊരാളെയാണ് കൺസിഡർ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. Aയും Bയും ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിലോ ഇത് ട്രാൻസ് വരും അല്ലേ. ഇവിടെ Aയും Bയും കൺസിഡർ ചെയ്യുമ്പോൾ ഇത് സിസ് വരും. ഇവിടെ Aയും Bയും കൺസിഡർ ചെയ്യുമ്പോഴത്തേനും ഇത് എന്തായിരിക്കും, സിസ് വരും. എനിവേ നമ്മൾ ആരെ കൺസിഡർ ചെയ്താലും 2 സിസും ഒരു ട്രാൻസും ആയിരിക്കും കിട്ടുക. ഓക്കെ, അപ്പോൾ അത് ആരാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല, കാരണം ഓരോരുത്തരെ കൺസിഡർ ചെയ്യുന്നതിനനുസരിച്ച് ഇത് മാറി മാറി വരും അല്ലേ. അതുകൊണ്ട് ഇവരുടെ താഴെ നമുക്ക് ഇങ്ങനെ എഴുതി വെക്കാൻ പറ്റില്ല. പക്ഷെ ഇവരുടെ കൂട്ടത്തിൽ നമുക്ക് പറയാം ഇവർക്ക് 2 സിസും ഒരു ട്രാൻസും ആയിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെ സ്ക്വയർ പ്ലാനാറിൻ്റെ ജോമെട്രിക്കൽ ഐസോമർസും ആണ് നമ്മളിപ്പോൾ പഠിച്ചത് കേട്ടോ. അപ്പോൾ ഇതിനെ പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുള്ളൂ. നമുക്ക് തരുന്ന കോംപ്ലക്സിൽ AB എന്നൊന്നും ആയിരിക്കില്ല തരിക. ഇവിടെ ഇപ്പോൾ ഒരു കോംപ്ലക്സ് തരുവാണെങ്കിൽ ഇപ്പോൾ RH, ഇവിടെ PP3 തരും, ഇവിടെ Cl തരും, ഇവിടെ ഒരു NH3 തരും, ഇവിടെ ഒരു ഐഡിൻ തരും. 4 പേര് ഡിഫറെൻ്റ് ആയിട്ട് തന്നെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം ജിയോമെട്രിക്കൽ ഐസോമേഴ്സ് എന്തായിരിക്കും, ഇവിടെ 2 സിസും ഒരു ട്രാൻസും ആയിരിക്കും വരിക. ഇനി നമുക്ക് വേണമെങ്കിൽ ബൈഡൻഡേറ്റ് ആയിട്ടുള്ള സിമെട്രിക്കൽ ലിഗാൻഡിൻ്റെ കേസ് നോക്കാം കേട്ടോ. അപ്പോൾ കോർഡിനേഷൻ നമ്പർ 4 വരണമെന്നുണ്ടെങ്കിൽ ബൈഡൻഡേറ്റ് ആയിട്ടുള്ള സിമെട്രിക്കൽ ലിഗാൻഡ് അത് കാണിക്കാനാണ് A എന്ന് കൊടുത്തത്. അത് 4 പേരെ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ബൈഡൻഡേറ്റ് വരുമ്പം കോർഡിനേഷൻ നമ്പർ 4 വരണമെങ്കിൽ ട്വൈസ് എന്ന് കൊടുത്താൽ പോരെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ ഇപ്പോൾ ENൻ്റെ കേസ് എടുക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ MEN എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ കൊടുത്തു NH2 CH2 CH2 NH2. ഇവിടെ ഞാൻ NH2 CH2 CH2 NH2. ഇപ്പോൾ ഇവരുടെ കേസിൽ നോക്കുക, നമുക്കറിയാം ഇതിൻ്റെ അകത്തേക്ക് ഡയറക്റ്റ്ലി അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആൾക്കാരെല്ലാം സെയിം ആണ്. MA4 പോലെ തന്നെയല്ലേ ഇവർ വരിക, സിമെട്രിക്കലും ആണ്. അപ്പോൾ അതുകൊണ്ട് ഇവർ എല്ലാവരും സെയിം ആയതുകൊണ്ട് തന്നെ ഇവന് ജോമെട്രിക്കൽ ഐസോമർസും കാണിക്കാൻ പറ്റുമോ, ഇല്ല കേട്ടോ. ഇപ്പോൾ ഇവരുടെ കേസിൽ നോ ജോമെട്രിക്കൽ ഐസോമർസും ആയിരിക്കും. ഇനി ഇതേപോലെ തന്നെ നമ്മൾ ബൈഡൻഡേറ്റിൻ്റെ കേസ് നോക്കാം, ബൈഡൻഡേറ്റ് അൺസിമെട്രിക്കലിൻ്റെ കേസ് നോക്കാം. അതിനൊരു എക്സാമ്പിളാണ് ഗ്ലൈസിനേറ്റോ എന്ന് പറയുന്നത്. അവരെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ AB എന്നായിരിക്കും കൊടുക്കുക, AB ട്വൈസ് കേട്ടോ. അപ്പോൾ ഗ്ലൈസിനേറ്റോയുടെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും വരിക, NH2 CH2 CO O- ആണ്. അപ്പോൾ ഇതേപോലുള്ള ഒരു സ്ട്രക്ചർ നമുക്ക് ഇവിടെയും കൊടുക്കാം, NH2 CH2 COO. ഇനി ഇവരെ തന്നെ നമുക്ക് സിസും ട്രാൻസും ആയിട്ട് കൊടുക്കാം, കാരണം ഇവിടെ 2 നൈട്രജനും 2 ഓക്സിജനും ഉണ്ടല്ലേ. അപ്പോൾ ഇവരെ ജസ്റ്റ് ഒരെണ്ണം റിവേഴ്സ് ചെയ്ത് നമുക്ക് കൊടുക്കാം. ഇവിടെ ഞാൻ CO OCO CH2 NH2. ഇനി ഇവിടെ ഞാൻ അങ്ങനെ തന്നെ കൊടുക്കുകയാണ്, NH2 CH2 COO. അപ്പോൾ നോക്കിയേ, ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നൈട്രജനെയാണെന്ന് വിചാരിക്കുക. ആ നൈട്രജൻ 2 ഇവിടെ എന്താണ്, സിസ് ഫോമിലാണ് നിൽക്കുക. ഈ നൈട്രജൻ 2 ഇവിടെ എന്താണ്, ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുക. ഇവിടെ ഓക്സിജൻ്റെ കേസിൽ എന്ത് തന്നെയാണ്, 2 പേരും അടുത്തടുത്താണ്, അഡ്ജസൻ്റ് ആണ്. അതുകൊണ്ട് ഇത് സിസ് ആയിരിക്കും, ഇത് ട്രാൻസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയത് എന്താണ്, ഒരു സിസും ഒരു ട്രാൻസും തന്നെയാണ് കിട്ടിയേക്കുന്നത്, കണ്ടോ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മളിവരെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇനി ഇങ്ങനെ നിങ്ങൾക്ക് എന്താണ് ഇനിയും കോംപ്ലക്സുകൾ വരുമ്പോൾ നമുക്ക് ഇതേപോലെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇനി സ്ക്വയർ പ്ലാനർ കോംപ്ലക്സിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ ഇവർ ഒപ്റ്റിക്കൽ ഐസോമർസും കാണിക്കില്ല. കാരണം എന്താണ്, ഇവർക്കൊരു പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ട്, എല്ലാ ആൾക്കാരും സെയിം പ്ലെയിനിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ട്. ഇവരെല്ലാവരും എന്തായിരിക്കും, ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിരിക്കും. അപ്പോൾ സ്ക്വയർ പ്ലാനർ കോംപ്ലക്സിന് നമുക്ക് ഈസി ആയിട്ട് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് എന്ന് കൊടുക്കാനും പറ്റും. അപ്പോൾ അങ്ങനെ സ്ക്വയർ പ്ലാനറിൻ്റെ കേസ് കണ്ടു.
ഇതേപോലെ തന്നെയാണ് നമുക്കിനി ആരുടെ കേസ് കാണാനുള്ളത്? കോർഡിനേഷൻ നമ്പർ 6ന്റെ കേസ് കാണാനുള്ളത്. കോർഡിനേഷൻ നമ്പർ 6 വരുന്ന കേസ് എന്തായിരുന്നു? ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിന്റെ കേസ് ആയിരുന്നു അല്ലേ? അപ്പോൾ കോർഡിനേഷൻ നമ്പർ 6 ഒക്ടാഹെഡ്രൽ ആണെന്നുണ്ടെങ്കിൽ ഇവരുടെ കേസ് നമുക്ക് ഇതേപോലെ എഴുതാവേ. MA6 എന്ന് പറയുമ്പോഴത്തേനും കോർഡിനേഷൻ നമ്പർ 6 ആണ്. MA6ലെ എല്ലാ ആൾക്കാരും സെയിം ആയതുകൊണ്ട് തന്നെ ഇവർക്ക് നോ ജോമെട്രിക്കൽ ഐസോമറിസം. ഇനി MA5B വരുമ്പോഴും എന്തായിരിക്കും? നോ ജോമെട്രിക്കൽ ഐസോമറിസം അല്ലേ? കാരണം ഒരാൾ മാത്രം ഡിഫറൻ്റ് ആയി നിന്നാലും ജോമെട്രിക്കൽ ഐസോമറിസം പറ്റില്ലല്ലോ. ഇനി അങ്ങനെയെങ്കിൽ ഇതേപോലെ തന്നെ MA4B2 നോക്കുവാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണിത്. ഇതെപ്പോഴും ചോദിക്കാറുള്ളതാണ്. നമ്മൾ കുറച്ച് മുന്നേ ഗ്രീൻ ഓർ വയലറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോംപ്ലക്സ് കണ്ടില്ലായിരുന്നോ അല്ലേ? CO NH3 ട്വൈസ് എന്നൊക്കെയുള്ള രീതി, NH3 4 ടൈംസ് Cl2 എന്നൊക്കെ പറഞ്ഞ കേസിൽ ഒരെണ്ണം കണ്ടില്ലായിരുന്നോ? അവരുടെ കേസിൽ എന്തുണ്ട്? സിസും ട്രാൻസും ഉണ്ട്. ഇനി അതിന് മുന്നേ ഉള്ള കോംപ്ലക്സുകളൊന്നും അങ്ങനെ 2 കളർ കാണിക്കുന്നില്ല. അതിന് കാരണം എന്താണ്? അവർക്ക് സിസും ട്രാൻസും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് അവരങ്ങനെയൊന്നും കാണിക്കാതിരുന്നത്. അപ്പോൾ ഇവരുടെ കേസിൽ നോക്കുമ്പോൾ സിസും ട്രാൻസും ഉണ്ട് എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. അങ്ങനെ ഉള്ളതുകൊണ്ടാണ് ഇവിടെ 2 കളേർഡായിട്ട് വരുന്ന കോംപ്ലക്സ് ഫോം ചെയ്തത്. അപ്പോൾ എനിവേ ഇവരുടെ കേസ് നോക്കുമ്പോഴേ നമുക്ക് ഇവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമാണ്. ഈ 2 പേര് ഓപ്പോസിറ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം കോംപ്ലക്സ് എങ്ങനെയായിരിക്കുക? 4 പേര് ഒരു പ്ലെയിനിലായിരിക്കും, 2 പേര് മേളിലും താഴെയായിട്ടായിരിക്കും നിൽക്കുക അല്ലേ? അപ്പോൾ ആ B2 ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുവാണെങ്കിൽ, മേളിലും താഴെയായിട്ട് നിൽക്കുവാണെങ്കിൽ അതെന്തായിരിക്കും? ട്രാൻസ് ആയിരിക്കും. ഇനി ഇവർ 2 പേരും അടുത്തടുത്തായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അതെന്തായിരിക്കും? സിസ് ആയിരിക്കും. അവരുടെ സ്ട്രക്ചറും കൂടെ ജസ്റ്റ് ഒന്ന് വരച്ചേക്കാം. ഇപ്പോൾ ഇവിടുത്തെ കേസിൽ ഇവിടെ നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ട് 2 ഇടത്ത് B എന്ന് കൊടുക്കുവാണ്. കണ്ടോ? B എന്ന് കൊടുത്തു. അപ്പോൾ ഇതെന്തായിരിക്കും വരിക? ട്രാൻസ് എന്നായിരിക്കും വരിക. ഇവിടെ A എല്ലാം ഇങ്ങനെയായിരിക്കും നിൽക്കുക. അപ്പോൾ ഇത് ട്രാൻസ് ആണ് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് കാണുമ്പോഴേ ഐഡൻറ്റിഫൈ ചെയ്യാം. ഇനി ഇതേ സ്ട്രക്ചർ തന്നെ നമ്മൾ സിസ് ഫോമിൽ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടുത്തെ B2 അടുത്തടുത്തായിട്ട് കൊടുക്കുക, അഡ്ജസൻ്റ് ആയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതെന്തായി? സിസ് ഫോമായി. കണ്ടോ? അപ്പോൾ ഇവിടുത്തെ കേസിൽ നമുക്ക് A എന്ന് പറയുന്ന ആളെ ഇവിടെ കൊടുക്കാം. അപ്പോൾ അങ്ങനെ സിസും ട്രാൻസും ഓരോന്നായിരിക്കും MA4B2 വരിക. ഇനി അടുത്ത ആളുടെ കേസും ഇതേപോലെ തന്നെയാണ്. MA4BC എന്ന് പറയുന്ന ആളുടെ കേസിലും സ്ട്രക്ചർ സെയിം തന്നെയാണ്. Bയും Cയും ഓപ്പോസിറ്റ് ആണെങ്കിൽ അത് ട്രാൻസ് ആയിരിക്കും. Bയും Cയും അഡ്ജസ്റ്റൻ്റ് ആണെങ്കിൽ അതെന്തായിരിക്കും? സിസ് ഫോം ആയിരിക്കും. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഇവരുടെ ട്രാൻസും സിസും വരയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇവിടെ Bയും Cയും ഓപ്പോസിറ്റ് ആണെങ്കിൽ അതെന്തായിരിക്കും? ട്രാൻസ് ആയിരിക്കും. ദെൻ Bയും Cയും അഡ്ജസ്റ്റൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ അത് സിസ് ഫോം ആയിരിക്കും. കണ്ടോ? അപ്പോൾ ഇവരെ നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇനി ഒരു തവണ ഇത് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമേ. അപ്പോൾ Bയും Cയും എന്താണ്? സിസ് ഫോമിലാണ് വരിക. ഓക്കെ. ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്നതാണ് ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു സ്ട്രക്ചർ MA3B3. പക്ഷേ അവരുടെ കേസിൽ നമുക്കിങ്ങനെ സിസ് ട്രാൻസ് ഐസോമർ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അവരുടെ കേസിൽ നമ്മൾ പറയുന്നത് ഫാക്ക് മിറർ ഐസോമർ എന്നായിരിക്കും അല്ലേ? ചിലപ്പോൾ ഇങ്ങനെയുള്ള കോംപ്ലക്സ് തന്നിട്ട് തന്നെ ഇവർ ഏത് ടൈപ്പ് ഓഫ് ഐസോമറിസം ആണ് അല്ലെങ്കിൽ അവരുടെ പേരെന്താണെന്നുള്ളത് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവരുടെ കേസിൽ MA3B3 ഫാക്ക് മിറർ ഐസോമർ. ഫാക്ക് ഐസോമർ എങ്ങനെയായിരിക്കും വരയ്ക്കുക? A എന്ന് പറയുന്ന ആൾക്കാരെ ഒരുമിച്ച് കൊടുത്തു കഴിഞ്ഞാൽ B എന്ന് പറയുന്ന ആൾക്കാരെ നമ്മൾ ഒരുമിച്ച് കൊടുക്കുന്നു. ദെൻ അവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഫാക്ക് ഐസോമർ എന്ന് വിളിക്കുക. ഓക്കെ. അപ്പോൾ ഇവരുടെ സ്ട്രക്ചർ നമുക്ക് ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. അപ്പോൾ A എന്ന് പറയുന്ന ആൾക്കാരെ ഞാൻ ഒരുമിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സെറ്റ് ഓഫ് ആൾക്കാരെ ഞാൻ ഇവിടെ കൊടുത്തു. B2 ഇങ്ങനെ B3 പേരെയും ഇങ്ങനെ കൊടുത്തു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഫാക്ക് ഐസോമർ എന്ന് വിളിക്കുക. ഇനി മിറർ ഐസോമർ വരയ്ക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു എളുപ്പ വഴി ഇങ്ങനെ ഓർത്താൽ മതി. ഇവിടുത്തെ Aയും Bയും ജസ്റ്റ് ഒന്ന് ഇൻവേർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മിറർ ഐസോമർ കിട്ടി. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ B എന്ന് കൊടുത്തു, ഇവിടെ നമ്മൾ A എന്ന് കൊടുത്തു. അപ്പോൾ ഇതെന്തായി മാറി? മിറർ ഐസോമർ ആയിട്ട് മാറി. ഓക്കെ. അപ്പോൾ അങ്ങനെ ഫാക്ക് മിറർ ഐസോമറും നമുക്ക് ഇതിനകത്തുനിന്ന് വരുന്ന ഒരു കാര്യമാണ്. ഇത്രമാണ് ടെക്സ്റ്റിലൊക്കെ പറയുന്നത്. ഇതിന് മുന്നോട്ടുള്ള കാര്യങ്ങൾ ഇതേപോലെ തന്നെ ജസ്റ്റ് നോക്കിയാൽ മതി. നിങ്ങൾ ടേബിളായിട്ട് പഠിച്ചിട്ടുണ്ടാവും ഇവരുടെ എല്ലാം ജോമെട്രിക്കൽ ആൻഡ് ഒപ്റ്റിക്കൽ ഐസോമറിസം. ഇനി ഇപ്പം നമ്മൾ വരച്ചിരിക്കുന്ന എല്ലാ ആൾക്കാരും എന്തായിരിക്കും? ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഇതൊക്കെയാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. മുന്നോട്ടുള്ള ആൾക്കാരെയും പഠിക്കേണ്ടത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവരുടെ കേസിൽ അങ്ങനെ എന്തുകൊണ്ടാണ് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്കും ഒരു പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ട്. ഓക്കെ. അപ്പോൾ ആ പ്ലെയിൻ ഓഫ് സിമെട്രി നമ്മളിങ്ങനെ എന്താണ് കട്ട് ചെയ്യുന്ന പ്ലെയിൻ നോക്കിക്കഴിയുമ്പം തൊട്ടപ്പുറത്തുള്ള ആൾക്കാരും ഇവിടെയുള്ള ആൾക്കാരും സെയിം ആയിട്ടായിരിക്കും വരിക. അതിനൊരു എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കാണാം. അതായത് ഡയഗണലി ഓപ്പോസിറ്റ് ആയിട്ട് നമ്മളിവരെ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇതുണ്ടോ ഇവിടുന്ന് നമുക്ക് ഇങ്ങനെ ഇവരെ ഡയഗണലി ഓപ്പോസിറ്റ് ആയിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്യാം. അങ്ങനെ കട്ട് ചെയ്ത് നോക്കിക്കഴിയുമ്പം നിങ്ങൾക്ക് ഇവിടെ Aയും ഇവിടുത്തെ Aയും സെയിം ആയിട്ടാണ് കിട്ടുക. അപ്പോൾ അവിടെ ഒരു പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ട്, ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് എന്ന് പറയാം. ഇനി ഇങ്ങനെ
ഇങ്ങനെ പ്ലെയിൻ ഓഫ് സിമെട്രി കണ്ടുപിടിച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് ആ എക്സാം ടൈമിൽ സമയമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് എന്ന് പഠിച്ചു വെക്കുന്നതായിരിക്കും ബെറ്റർ കേട്ടോ. ഇപ്പം നമ്മൾ വരച്ച എല്ലാ ആൾക്കാരും ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. നിങ്ങൾക്ക് സമയം പോലെ ആ പ്ലെയിൻ ഓഫ് സിമെട്രി എങ്ങനെയാണെന്ന് കട്ട് ചെയ്ത് നോക്കുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഉള്ള ഐസോമേഴ്സ് ആണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. പിന്നെ നമ്മൾ കാണുന്നത് MAA ത്രൈസ് വരുന്ന കേസ് ഉണ്ടല്ലേ. MAA ത്രൈസ് എന്ന് പറയുമ്പോഴത്തേനും സിമെട്രിക്കലി വരുന്ന 3 ബൈഡൻഡേറ്റ് ലിഗാൻസ്. MAA ത്രൈസിൻ്റെ അകത്ത് സിസും ട്രാൻസും ഇല്ല, പക്ഷേ ഇവരെന്തായിരിക്കും ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിരിക്കും. നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് ആയിരിക്കും ഇവർ കാണിക്കുക. അപ്പോൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടായിരിക്കും വരിക. ഇനി ഇതേപോലെ തന്നെയുള്ള ഒരാളാണ് MAA ട്വൈസ് A2. ഇപ്പോൾ ഇവരുടെ കേസിൽ എന്താണ്, ഇവിടെ സിസും ട്രാൻസും ഉണ്ട്, ഒരു സിസും ഒരു ട്രാൻസും ഫോം ചെയ്യാം. then അതേപോലെ തന്നെ ഇതിനകത്ത് ട്രാൻസ്ഫോം ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിരിക്കും, സിസ് ഫോം ആയിരിക്കും ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ട് വരുന്നത്, നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് അതിൻ്റെ സ്ട്രക്ചേഴ്സ് ഒക്കെ വരയ്ക്കാം കേട്ടോ. ഇതേപോലെ തന്നെയാണ് MAA ട്വൈസ് AB-യുടെ കേസും അങ്ങനെ തന്നെയാണ് വരിക. സെയിം പോലെ തന്നെയാണ് ഓപ്പോസിറ്റ് സൈഡ് അഡ്ജസൻറ്റ് സൈഡ് എന്ന് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ സിസും ട്രാൻസും പറയാൻ പറ്റും. ദെൻ ട്രാൻസ് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്, സിസ് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. സിസ് ഒപ്റ്റിക്കലി ആക്റ്റീവ് എന്ന് പറയുമ്പം ഒരു കാര്യം ശ്രദ്ധിച്ചോണം, നമ്മൾ സ്ക്വയർ പ്ലാനറിൻ്റെ കേസിലൊക്കെ സിസ് പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ സിസ് എന്ന് പറയുന്നത് സ്ക്വയർ പ്ലാനറിൻ്റെ കേസിലൊന്നും എന്തല്ല, ഒപ്റ്റിക്കലി ആക്റ്റീവ് അല്ല കേട്ടോ. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ചോണേ. സിസ് എന്ന് പറയുന്നത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആകുന്ന ഇവരുടെ കേസിലാണ്. കോർഡിനേഷൻ നമ്പർ 6-ൻ്റെ കേസിലാണ് നമ്മൾ അങ്ങനെ പറയുക. കോർഡിനേഷൻ നമ്പർ 4-ൻ്റെ കേസിൽ നമ്മൾ എന്താണ് MA4 A2 B2 സിസ് ഒക്കെ പറയുന്നുണ്ട്. സിസും ട്രാൻസും ഉണ്ട് അവിടുത്തെ കേസിൽ. പക്ഷെ അവിടെ സിസ് ഒപ്റ്റിക്കലി ആക്റ്റീവ് അല്ല കേട്ടോ, അവരെല്ലാം ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഐസോമർസത്തിൻ്റെ കേസിൽ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളത്. ജസ്റ്റ് ഒരു നട്ട്ഷെല്ലിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, മിക്ക ആൾക്കാർക്ക് ഈ ഐസോമർസം വരുമ്പോഴത്തേന് ഇത് കാണാതെ പഠിക്കണോ, ഇതെങ്ങനെയാണെന്ന് മനസ്സിലാക്കേണ്ടെന്ന് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അതുകൊണ്ട് മാത്രം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇനി അടുത്ത കേസ് നമ്മൾ ജസ്റ്റ് ഒന്ന് കാണാൻ പോകുന്നത് വാലൻസ് ബോണ്ട് തിയറിയാണ്. അപ്പോൾ ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയുടെ കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞത്. ഹൈ സ്പിൻ കോംപ്ലക്സ് എങ്ങനെയാണ്, ലോ സ്പിൻ കോംപ്ലക്സ് എങ്ങനെയാണ്, ഇത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പം എക്സ്പ്ലെയിൻ ചെയ്തത് കേട്ടോ. അപ്പോൾ സ്ട്രോങ് ലിഗാൻഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം, അത് ലോ സ്പിൻ കോംപ്ലക്സ് ആകാം. അല്ലെങ്കിൽ വീക്ക് ലിഗാൻഡ്സ് ആണെങ്കിൽ അതെന്താകാം, ഹൈ സ്പിൻ കോംപ്ലക്സ് ആകാം. ഓക്കെ, അപ്പോൾ ഇനി ഇതേപോലെ തന്നെയാണ് നമ്മൾ ടെട്രാഹെഡ്രലിൻ്റെ സ്പ്ലിറ്റിങ് പറയാം. ടെട്രാഹെഡ്രലിൻ്റെ കേസിൽ നോക്കുമ്പോഴത്തേനും ഇതേപോലെ തന്നെ വരും എന്ന് പറയുമ്പോൾ ചെറിയൊരു ഡിഫറൻസ് അല്ലേ. എന്താണ് ആ ഡിഫറൻസ് വരിക, ഇത് ഒക്ടാഹെഡ്രലിൻ്റെ കേസായിരുന്നു, ഇത് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിൻ്റെ കേസായിരുന്നു ഒക്ടാഹെഡ്രൽ. ഇനി ടെട്രാഹെഡ്രൽ വരുമ്പോഴത്തേനും സ്പ്ലിറ്റിംഗ് എങ്ങനെയായിരിക്കും വരിക, ഇതേ രീതിക്കായിരിക്കും വരിക. പക്ഷേ ഇവിടെ ഈ ഓർബിറ്റൽസ് വരും, ഇവിടെ വരുമ്പോൾ T2 ഓർബിറ്റൽസ് ആയിരിക്കും വരിക. അങ്ങനെ വരാനുള്ള റീസൺ എന്താണ്, ലിഗാൻഡ്സ് ആർ അപ്രോച്ചിങ് ബിറ്റ്വീൻ ദി ആക്സിസ്. അപ്പോൾ ബിറ്റ്വീൻ ദി ആക്സിസിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി ഉള്ള ആൾക്കാർ അതാരൊക്കെയാണ്, DXZ, DYZ ആൻഡ് DXY. അവരുടെ മാത്രം എനർജി ഇൻക്രീസ് ചെയ്യും. ദെൻ എലോങ് ദി ആക്സിസിൽ നിൽക്കുന്ന DX² - Y² DZ² എനർജി ഒരേപോലെ ഡിക്രീസ് ചെയ്യും. അങ്ങനെ സ്പ്ലിറ്റിംഗ് ഓഫ് ഓർബിറ്റൽസ് നടക്കുവാണ് ആരുടെ കേസിൽ, ടെട്രാഹെഡ്രലിൻ്റെ കേസിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ΔT എന്നായിരിക്കും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ദെൻ ഈ എനർജി വാല്യൂം ജസ്റ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന പോലെയായിരിക്കും കാണാൻ പറ്റുക. ഇനി ഇവിടെ എനർജി കാൽക്കുലേഷൻ്റെ കേസിൽ നമ്മൾ ശ്രദ്ധിക്കണം, ഇവിടെ ഇത്രയും എനർജി ഉണ്ടായിരുന്നു, ഇവിടെ നമ്മൾ എനർജി ആണല്ലോ പ്ലോട്ട് ചെയ്യുന്നത്, ഇവിടെ ഇത്രയും എനർജി ഉണ്ടായിരുന്നു. ആ എനർജി ഡിക്രീസിങ് ആയതുകൊണ്ട് തന്നെ ഈ വാല്യൂ നമ്മൾ ഡിക്രീസിങ് എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ എനർജി സ്റ്റേറ്റിൽ നിന്ന് അവിടെ ഓർബിറ്റൽസ് ഡിക്രീസിങ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, എനർജി റിലീസിങ് ആയിരിക്കും. എനർജി റിലീസിങ് വന്നു കഴിഞ്ഞാൽ അവിടെ നെഗറ്റീവ് സൈൻ ആണോ പോസിറ്റീവ് സൈൻ ആണോ വരിക, നെഗറ്റീവ് സൈൻ ആയിരിക്കും വരിക. അപ്പോൾ അതുകൊണ്ട് ഈ നെഗറ്റീവ് സൈനും കൂടെ നമ്മൾ ജസ്റ്റ് റെപ്രസെൻറ്റ് ചെയ്യും CFSE കാൽക്കുലേഷൻ്റെ കേസിൽ വരുമ്പോൾ. ഓക്കെ, ഇവിടെ കുഴപ്പമില്ല, ഇവിടുത്തെ കേസിൽ എനർജി ഇൻക്രീസിങ് അല്ലേ, അപ്പോൾ 0.6 ΔO എന്ന് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഇൻ ഒക്ടാഹെഡ്രൽ ഫീൽഡും അതുപോലെ തന്നെ ടെട്രാഹെഡ്രൽ ഫീൽഡും ഐഡൻറ്റിഫൈ ചെയ്യാം. ഇനി ഇതേപോലെ തന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യമാണ് കളർ ഓഫ് കോർഡിനേഷൻ കോംപ്ലക്സസ്. എന്താണ് കളർ ഓഫ് കോർഡിനേഷൻ കോംപ്ലക്സസിൻ്റെ റീസൺ, DD ട്രാൻസിഷൻ, ദാറ്റ് ഈസ് ദി റീസൺ ഫോർ കളർ ഓഫ് കോർഡിനേഷൻ കോംപ്ലക്സസ്. അപ്പോൾ അവിടെ DD ട്രാൻസിഷൻ എന്ന് പറയുമ്പോഴത്തേനും T2Gയിൽ നിന്ന് EGയിലേക്കുള്ള ഇലക്ട്രോൺ ട്രാൻസ്ഫർ കാരണമാണ് കളർ കാണുക. അപ്പോൾ ഇവിടെ നമ്മളൊരു എക്സാമ്പിൾ കാണാറുണ്ടല്ലോ, TiH2O 6 times 3+, TiH2O 6 times 3+. ഇവരുടെ കേസിൽ നമുക്കറിയാം ടൈറ്റാനിയം 3+ ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. ദാറ്റ് മീൻസ് D1 എന്ന് പറയുമ്പം T2G1 എന്നുള്ള രീതിയിലാണ് നമ്മൾ കാണുക. ഇവിടുന്ന് ഈ ഒരു പർട്ടിക്കുലർ ഇലക്ട്രോൺ EGയിലേക്ക് എനർജി അബ്സോർബ് ചെയ്തിട്ട് ട്രാൻസിഷൻ നടക്കുന്നു. അങ്ങനെയുള്ള ആ T2G to EG ട്രാൻസിഷനെയാണ് നമ്മൾ DD ട്രാൻസിഷൻ എന്ന് വിളിക്കുക. ഇനി ഇവർ അബ്സോർബ് ചെയ്ത ആ ഒരു പർട്ടിക്കുലർ എനർജി അല്ലെങ്കിൽ ഇവർ അബ്സോർബ് ചെയ്ത ആ പർട്ടിക്കുലർ എനർജിയിലുള്ള കളർ,
ആ കളർ ഏതാണെന്ന് ചോദിച്ചാൽ ബ്ലൂ ഗ്രീൻ കളറാണ് അവർ അബ്സോർബ് ചെയ്യുന്നത് കേട്ടോ. ബ്ലൂ ഗ്രീൻ കളറാണ് ഇവർ അബ്സോർബ് ചെയ്യുന്നത്. പക്ഷേ നമ്മളതിനെ കാണുന്നത് എന്ത് കളറിലായിരിക്കും? ബ്ലൂ ഗ്രീൻ കളറിൻ്റെ മീൻസ് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള കളറിലായിട്ടായിരിക്കും നമ്മൾ അവരെ കാണുക. അപ്പോൾ ആ കളർ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതായിരിക്കും? വയലറ്റ് കളേർഡ് ആയിട്ടായിരിക്കും നമ്മൾ കാണുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു കോംപ്ലക്സ് നമ്മൾ ഏത് കളറിലാണ് കാണുക? വയലറ്റ് കളേർഡ് ആയിട്ടാണ് കാണുക. ഓക്കെ, ഇനി കളർ ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മളൊരു ടേബിൾ ഓഫ് കോംപ്ലക്സസിനെ തന്നിട്ടുണ്ട്. ഏത് കളറാണ് അബ്സോർബ് ചെയ്തത് എന്നും ഏത് കളറിലാണ് നമ്മൾ അവരെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതും ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം അല്ലേ. ഇതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൈറ്റാനിയം H2O 6 times 3+ എന്ന് പറയുന്ന ആൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതിൻ്റെ കേസിലുള്ള എക്സ്പ്ലനേഷൻ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരാളെ, ഇവിടുത്തെ COCN63- എന്ന് പറയുന്ന ആളെ ഒന്ന് ശ്രദ്ധിക്കാം. ഇവരുടെ കേസ് നമുക്കറിയാം സ്ട്രോങ് ലിഗാൻഡ് ആണ്. സ്ട്രോങ് ലിഗാൻഡ് വന്നു കഴിഞ്ഞാൽ സ്പ്ലിറ്റിങ് കൂടും. അതാണല്ലോ നമ്മളിപ്പോൾ പറഞ്ഞത്. സ്ട്രോങ് ലിഗാൻഡ് വരുമ്പോൾ സ്പ്ലിറ്റിങ് കൂടും. അങ്ങനെയെങ്കിൽ T2Gയിൽ നിന്നും EGയിലേക്കുള്ള ആ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കുമല്ലോ. അപ്പോൾ ഹൈ എനർജിയിലുള്ള റേഡിയേഷൻസ് ആയിരിക്കും അവർ അബ്സോർബ് ചെയ്തിട്ടുണ്ടാവുക അല്ലേ. ഹൈ എനർജി റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേവ് ലെങ്ത് എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, വേവ് ലെങ്ത് കുറവുള്ള കളേഴ്സ് ആയിരിക്കും അവർ അബ്സോർബ് ചെയ്യുക. നമുക്കറിയാം വേവ് ലെങ്തിൻ്റെ ഓർഡർ എങ്ങനെയാണ് വരിക? വിബ്ജിയോർ എന്നല്ലേ വരിക ഉണ്ടോ? അപ്പോൾ നമുക്ക് ഇങ്ങനെയാണല്ലോ കിട്ടുക. വിബ്ജിയോർ എന്നുള്ളതാണ് വേവ് ലെങ്ത് ഇൻക്രീസിങ് ഓർഡർ. അപ്പോൾ വേവ് ലെങ്ത് ഏറ്റവും കുറവുള്ള വയലറ്റ് കളർ ആയിരിക്കും ഇവർ അബ്സോർബ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ വയലറ്റ് കളറിനേക്കാട്ടിലും കുറവ് വേവ് ലെങ്ത് ഉള്ള UV റീജിയനിലെ ലൈറ്റ് ആയിരിക്കും അവർ അബ്സോർബ് ചെയ്യുക. UV കഴിഞ്ഞിട്ടല്ലേ വിസിബിൾ വരിക. വേവ് ലെങ്ത് കൂടുതൽ വരുന്നത് വിസിബിളിനും ദെൻ കുറവ് വരുന്നത് UV ലൈറ്റിനുമാണ് അല്ലേ. അപ്പോൾ UV റേഡിയേഷൻസ് ആയിരിക്കും ആര് അബ്സോർബ് ചെയ്യുന്നത്? COCN63- അബ്സോർബ് ചെയ്യുന്നത്. UV ലൈറ്റ് അബ്സോർബ് ചെയ്യുമ്പോൾ അവരൊരു പെയിൽ യെല്ലോ ഷെയ്ഡിലായിട്ടായിരിക്കും കാണുക. അപ്പോൾ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോംപ്ലക്സ് ആണ് കേട്ടോ. ഇനി ബാക്കിയുള്ളവരെ പഠിക്കാൻ നേരത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം, പൊതുവേ കളേഴ്സും പഠിക്കാൻ നേരത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ കോംപ്ലക്സിനെ ആ കളറിൽ തന്നെ എഴുതുക. അപ്പോൾ അബ്സോർബ് ചെയ്യുന്ന കളർ പഠിച്ചു വെക്കാം. ദെൻ അവരെ ഏത് കളറിൽ കാണുന്നോ ആ കളറിൽ തന്നെ ഇവർ എഴുതാൻ നോക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും, ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടുമ്പോൾ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ കളർ ഓഫ് കോർഡിനേഷൻ കോംപ്ലക്സ് മനസ്സിലാക്കി. ഇനി ലാസ്റ്റ് ഈ ചാപ്റ്ററിലുള്ള കാര്യം ഇതാണ്, മെറ്റൽ കാർബണൈൽസ്. മെറ്റൽ കാർബണൈൽസിൽ നമ്മൾ ശ്രദ്ധിക്കണം, മെറ്റലും കാർബണൈൽ ഗ്രൂപ്പ്സും തമ്മിൽ MC ഡബിൾ ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. ഇവിടെ ഡബിൾ ബോണ്ട് O ആയിട്ടായിരിക്കും നിൽക്കുക. ഇത് കാർബണൈലാണ്. കാർബൺ ഒരു സെറ്റ് ഓഫ് ഇലക്ട്രോണിനെ മെറ്റലിന് ഡൊണേറ്റ് ചെയ്യും. ആ ഡൊണേറ്റ് ചെയ്യുന്ന ഇലക്ട്രോണിനെ മെറ്റൽ എവിടെയാണ് കീപ്പ് ചെയ്യുന്നത്? അവരുടെ വേക്കൻ്റ് d ഓർബിറ്റൽസിൽ. അങ്ങനെ ഒരു സെറ്റ് ഓഫ് ഇലക്ട്രോൺ വരുമ്പോൾ മെറ്റലിന് ഓൾറെഡി ഉള്ള ഇലക്ട്രോൺസ് കാരണം റിപ്പൽഷൻ ഉണ്ടാവാം. അങ്ങനെ മെറ്റലിൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ഇലക്ട്രോൺ അവർ തിരിച്ച് ബാക്ക് ഡൊണേഷൻ നടത്തും. അതിനെയല്ലേ നമ്മൾ ബാക്ക് ബോണ്ടിങ് എന്ന് പറയുക. അങ്ങനെ ബാക്ക് ഡൊണേഷൻ നടത്തുന്ന ആ ഒരു സെറ്റ് ഓഫ് ഇലക്ട്രോൺ അവരെവിടെയാണ് മേടിച്ചു വെക്കുക? ഈ കാർബണൈലിൻ്റെ പൈ സ്റ്റാർ ഓർബിറ്റിലായിരിക്കും മേടിച്ചു വെക്കുക. നമ്മൾ മോളിക്കുലർ ഓർബിറ്റൽ കോൺഫിഗറേഷനൊക്കെ എഴുതുന്നല്ലേ. അപ്പോൾ അവിടെ പൈ സ്റ്റാർ ഓർബിറ്റിലേക്കായിരിക്കും ആ ഒരു ഇലക്ട്രോൺസിനെ അവർ മേടിക്കുക. അപ്പോൾ ഇവിടെ 2 ബോൺസ് ഫോം ചെയ്യുന്നുണ്ട്. സിഗ്മ ബോണ്ട് ഈസ് ഫോംഡ് ഡ്യൂ ടു ദി ഡൊണേഷൻ ഓഫ് a set of electrons from carbonyl carbon to d orbitals of metal. Then pi bond is formed by the donation of one set of electron from metal to the pi star orbital of carbonyl. അങ്ങനെ 2 ബോണ്ടുകൾ, ഒരു സിഗ്മ ബോണ്ടും പൈ ബോണ്ടും ഫോം ചെയ്യുന്നത് കൊണ്ടാണ് കാർബണൈൽ എന്ന് പറയുന്ന ഗ്രൂപ്പ് അല്ലെങ്കിൽ കാർബണൈൽ എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ ലിഗാൻഡ് സ്ട്രോങ് ലിഗാൻഡ് ആയിട്ട് നമ്മൾ പറയുക. സ്പെക്ട്രോകെമിക്കൽ സീരീസ് അതേ ഓർഡറിൽ നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ. കാർബണൈലാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ട് വരുന്നത് അല്ലേ. അത് കഴിഞ്ഞിട്ട് CN- അങ്ങനെയല്ലേ നമ്മൾ കാണുക. അപ്പോൾ കാർബണൈൽ എന്ന് പറയുന്ന ആളെ നമ്മൾ പൈ ആസിഡ് ലിഗാൻസ് എന്നൊക്കെ വിളിക്കാറുണ്ട്, പൈ ആക്സെപ്റ്റർ ലിഗാൻസ് എന്നൊക്കെ വിളിക്കാറുണ്ട്. കാരണം പൈ ബോണ്ട് ഇവിടെ ഫോം ചെയ്യുന്നത് കൊണ്ട്. അപ്പോൾ ഇവിടെ മെറ്റൽ കാർബണൈൽസിന് കുറച്ച് എക്സാമ്പിൾസ് ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. അവരുടെ സ്ട്രക്ചേഴ്സും ജസ്റ്റ് ഒന്ന് നോക്കിക്കോണം കേട്ടോ. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരാൾ CO2CO8 അകത്ത് ബ്രിഡ്ജിങ് കാർബണൈൽസ് 2 പേരുണ്ട്. ആ സ്ട്രക്ചർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്താൽ മതി. നമ്മളിപ്പോൾ വരച്ച് കാണിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ അത്രയുമൊക്കെയാണ് ഇതിനകത്ത് വരിക. ഇനി ഈ മെറ്റലും കാർബണൈലും തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ 2 ബോണ്ട് ഫോം ചെയ്യുന്നത് കൊണ്ട് ഉറപ്പായിട്ടും അവരുടെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുവാണ്. അങ്ങനെ ആ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ്സിനെ അല്ലെങ്കിൽ ആ ഒരു ഫിനോമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിനർജിക് എഫക്റ്റ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ സിനർജിക് എഫക്റ്റിൻ്റെ കാര്യം ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. സിനർജിക് എഫക്റ്റ് എന്താണ്? സിനർജിക് എഫക്റ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന കാർബണൈലുമായിട്ട് മെറ്റൽ ബോണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് ഒരു സ്ട്രോങ് ബോണ്ടാണ് ഫോം ചെയ്യുക ഡ്യൂ ടു ദി ഫോർമേഷൻ ഓഫ് പൈ ബോണ്ട്. അങ്ങനെ സിഗ്മ പൈ ബോണ്ട് ഒക്കെ ഫോം ചെയ്തതുകൊണ്ട് അവരുടെ സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യും. ദെൻ ദാറ്റ് എഫക്റ്റ് ഈസ് സിനർജിക് എഫക്റ്റ്.
അപ്പോൾ ഇതിനെ കണക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിളായിട്ടൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നല്ലത് നിങ്ങൾ അത്രയും പഠിച്ചിട്ടുണ്ടെന്നാണ് അതിൻ്റെ മീനിങ് കേട്ടോ. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ എന്നൊന്നും പറയാനില്ല, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കണക്ട് ചെയ്തിട്ട് തന്നെയാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് IUPAC നെയിം ഓഫ് CONH3 5 times NO2 SO4 ഈസ്. ഓപ്ഷൻസ് നോക്കുമ്പോഴേ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. എനിവേ ഇവിടുത്തെ കേസിൽ പെൻറ്റ അമീൻ എന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ അല്ലേ. പെൻറ്റ അമീൻ, ഇവരുടെ പേരെന്തായിരിക്കും? നൈട്രിറ്റോ O ആണോ നൈട്രിറ്റോ N ആണോ? ഉറപ്പായിട്ട് ഇത് നൈട്രിറ്റോ N ആണ്. ONO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നൈട്രിറ്റോ O എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നൈട്രോ എന്താണേലും ശരിയല്ല, നൈട്രിറ്റോ O ശരിയല്ല, പെൻറ്റമീൻ നൈട്രിറ്റോ N കൊബാൾട്ട് 3 സൾഫേറ്റ് എന്നുള്ളതായിരിക്കും ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ 4. ഇനി ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം, നൈട്രിറ്റോ NO2 മൈനസ് ആയിട്ടാണ് വരിക, SO4 2- ആണ്. അങ്ങനെ നമുക്ക് ഇത് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. NH3 എന്ന് പറയുന്നത് ന്യൂട്രൽ ആയിട്ടുള്ള ലിഗാൻഡ് ആണല്ലോ. ആൻസർ ഈസ് ഓപ്ഷൻ 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡെൻസിറ്റി ഓഫ് ആൻ ഓർഗാനിക് കോമ്പൗണ്ട് ബയൂററ്റ്. ബയൂററ്റ് എന്ന് പറയുമ്പോൾ അവരുടെ സ്ട്രക്ചർ എങ്ങനെയാണ് ഇരിക്കുക? NH2 CO NHCO CO NH2. ബയൂറേറ്റ് എന്ന് പറയുന്നതിൽ നമ്മൾ നോക്കുമ്പം 3 ഡോണർ ആറ്റംസ് ഒക്കെ ഉണ്ട്. അങ്ങനെയെങ്കിൽ ഡെൻസിറ്റി 3 അങ്ങനെയല്ല വരിക. ഇവിടുത്തെ കേസിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഇവിടെ ഡീലോക്കലൈസ്ഡ് ആണ് അല്ലേ, കാരണം ഇവിടെ CO ഇവിടെയും CO ആണ്. ഡീലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണിത്, അതുകൊണ്ട് അവർ ഡൊണേറ്റ് ചെയ്യുന്നില്ല. ഈ സെറ്റ് ഓഫ് ഇലക്ട്രോൺസ് ആയിരിക്കും ഡൊണേറ്റ് ചെയ്യുക. അങ്ങനെ ഇതിൻ്റെ ഡെൻസിറ്റി വരുന്നത് എത്രയായിരിക്കും? 2 ആയിരിക്കും വരിക. അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ 2 ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ ബയോറേറ്റിൻ്റെ ഡെൻസിറ്റി 2 ആയിട്ടാണ് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സെറ്റ് വിച്ച് ഡസ് നോട്ട് ഹാവ് ആംബിഡൻറ്റേറ്റ് ലിഗാൻഡ്. എന്തായിരുന്നു ആംബിഡൻറ്റേറ്റ് ലിഗാൻഡ് എന്ന് പറയുന്നത്? അവർക്ക് 2 ഡോണർ ആറ്റംസ് കാണും, പക്ഷേ ഒരു സെറ്റ് ഓഫ് ഇലക്ട്രോൺസ് മാത്രമായിരിക്കും അറ്റ് എ ടൈം ഡൊണേറ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ആൾക്കാരായിരുന്നു ആംബിഡൻറ്റേറ്റ് ലിഗാൻസ് അല്ലേ. ആംബിഡൻറ്റേറ്റ് ലിഗാൻസ് കാണിക്കുന്ന ഐസോമറിസം എന്തായിരുന്നു? ലിങ്കേജ് ഐസോമറിസം ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കേസിൽ നോക്കാം, EDTA 4- എന്താണെങ്കിലും അത് പോളിഡൻറ്റേറ്റ് ആയിട്ട് വരുന്ന ലിഗാൻഡ് ആണ്. ഇവരെന്തല്ല? ആംബിഡൻറ്റേറ്റ് ലിഗാൻഡ് അല്ല. ഓക്കെ, ഇവരെന്താണെങ്കിലും ആംബിഡൻറ്റേറ്റ് ലിഗാൻഡ് അല്ല. NCS- എന്താണെങ്കിലും ആംബിഡൻറ്റേറ്റ് ലിഗാൻഡ് ആണ് അല്ലേ. അപ്പം നമുക്കിവിടെ നൈട്രജനും ഡോണർ ആറ്റമായിട്ട് നിൽക്കാം, സൾഫറും ഡോണർ ആറ്റമായിട്ട് നിൽക്കാം. തയോസൈനേറ്റോ N എന്നും തയോസൈനേറ്റോ S എന്നും ഒക്കെ നമുക്ക് പറയാൻ പറ്റും. ഇവരെന്താണെങ്കിലും ആംബിഡൻറ്റേറ്റ് ലിഗാൻഡ് ആണ്. ഓക്സലേറ്റോ എന്ന് പറയുന്ന ആംബിഡൻറ്റേറ്റ് ആണോ? അല്ല. ഓക്സലേറ്റോ ഒരു ബൈഡൻറ്റേറ്റ് ലിഗാൻഡ് ആണ് എന്ന് മാത്രമേ ഉള്ളൂ, ആംബിഡൻറ്റേറ്റ് എന്താണെങ്കിലും അല്ല. ഓക്കെ, ഇനി നൈട്രിറ്റോ N-ഉം നൈട്രിറ്റോ O-യും ഉണ്ട്. അപ്പോൾ ഇവരെന്താണെങ്കിലും ആംബിഡൻറ്റേറ്റ് ലിഗാൻഡ് തന്നെയാണ്. ഇവർ ആംബിഡൻറ്റേറ്റ് ലിഗാൻഡ്സ് അല്ല. ഇനി ഇവരുടെ കേസിലോ ഇവരെന്താണെങ്കിലും ആംബിഡൻറ്റേറ്റ് അല്ല, ഇതും ആംബിഡൻറ്റേറ്റ് അല്ല, ഇവരും ആംബിഡൻറ്റേറ്റ് ലിഗാൻഡ് അല്ല. അപ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടി. ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ 3 ആയിരിക്കും വരിക. ഇനി ഇവരുടെ കേസിൽ ഓക്സലേറ്റോ ആംബിഡൻറ്റേറ്റ് അല്ല, നൈട്രിറ്റോ എന്താണെങ്കിലും ആംബിഡൻറ്റേറ്റ് ആണ്, NCS- ആംബിഡൻറ്റേറ്റ് ലിഗാൻഡ് ആണ്. സെറ്റ് വിച്ച് ഡസ് നോട്ട് ഹാവ് ആൻ ആംബിഡൻറ്റേറ്റ് ലിഗാൻഡ് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ 3 ആയിരിക്കും വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഐസോമേഴ്സ് ഓഫ് CONH3 4 times Cl2 that has or have a Cl-CO-Cl angle of 90 degree. 90 ഡിഗ്രി ബോണ്ട് ആംഗിൾ വരുന്ന ആൾ ഇതിനകത്ത് ആരായിരിക്കും? ഇവരെ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാം ഇത് MA4B2 ടൈപ്പാണ്. നമ്മളിപ്പം പറഞ്ഞ ആ ക്ലാസ്സിൽ തന്നെ, മീൻസ് നേരത്തെ നമ്മൾ കണ്ട ആ റിവിഷനിൽ തന്നെ നമ്മളിത് പറഞ്ഞതാണ്. MA4B2വിൻ്റെ അകത്ത് സിസും ട്രാൻസും എങ്ങനെയാണ് ഇരിക്കുന്നത്? ജസ്റ്റ് നമ്മളൊന്ന് വരയ്ക്കാൻ പോവാണ്. MA4B2. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കേസ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. B2 എന്നുള്ള രീതിയിൽ ഇവിടെ Cl, ഇവിടെ Cl, ഇവിടെ വരുന്ന ആൾക്കാർ ആരൊക്കെയാണ്? NH3 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 NH3. ഇതാണ് ട്രാൻസ് അല്ലേ. അപ്പോൾ ഇവിടെയും ഇവിടെയുമായിട്ട് ഇവിടെ ഒരു ക്ലോറിൻ, ഇവിടെ ഒരു ക്ലോറിൻ. അപ്പോൾ ഇവിടുത്തെ ബോണ്ട് ആംഗിൾ എത്രയായിരിക്കും വരിക? 180 ഡിഗ്രി ആയിരിക്കും വരിക. അപ്പോൾ എന്താണേലും ഇത് ട്രാൻസ്ഫോം അല്ല. ഇനി ഇതിൻ്റെ സിസ് ഫോം എങ്ങനെയായിരിക്കും നമ്മൾ വരയ്ക്കുക? ക്ലോറിനെ രണ്ടും അടുത്തടുത്തായിട്ട് കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ ഇവിടുത്തെ കേസിൽ ക്ലോറിൻ നമ്മളിങ്ങനെ കൊടുത്തു, ഇവിടെ ക്ലോറിൻ ആറ്റം കൊടുത്തു, ഇവിടെ NH3 കൊടുത്തു. അപ്പോൾ നോക്കിയേ, ഇവിടെ ഒരു ക്ലോറിൻ നിൽപ്പുണ്ട്, ഇവിടെയും ഒരു ക്ലോറിൻ. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആണ്. വരച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ ചിലപ്പോൾ തോന്നില്ല, പക്ഷേ ശരിക്കും ഇത് ക്ലോറിൻ ഇവിടെ നിൽക്കുന്നു, ഇവിടെ NH3 ആണ്, ഇവിടെ ഒരു ക്ലോറിൻ. അപ്പോൾ ഇവർ തമ്മിലുള്ള ബോണ്ട് ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി ആണ്. അപ്പോൾ തന്നെ നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ് ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും വരിക? സിസ് ഉള്ളി എന്നുള്ള ആൻസർ ആയിട്ടായിരിക്കും വരിക. കാരണം സിസ് ഫോമിലാണല്ലോ 90 ഡിഗ്രി ആയിട്ട് ഇവർക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റുക. MA4B2 ടൈപ്പിൽ എന്താണേലും ഫാക്യുമെർ ഐസോമർ ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇവരെന്താണേലും സിസ് അല്ലെങ്കിൽ ട്രാൻസ്ഫോം ആണ്. സിസിൽ മാത്രമായിരിക്കും Cl-CO-Cl ബോണ്ട് ആംഗിൾ എന്തായിട്ട് വരിക? 90 ഡിഗ്രി ആയിട്ട് വരിക. ഓക്കെ, ആൻസർ ഓപ്ഷൻ 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
മാച്ച് ദി ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പറഞ്ഞായിരുന്നു ഐസോമറിസത്തിൽ സ്ട്രക്ചറൽ ഐസോമേഴ്സ് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാം. അതിനെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കുമ്പോഴേ നമുക്ക് പറയാൻ പറ്റും അല്ലേ, 2 കോർഡിനേഷൻ സ്പിയർ തന്നിരിക്കുന്നു. അപ്പോൾ എന്താണെങ്കിലും ഇവരെന്തായിരിക്കും കോർഡിനേഷൻ ഐസോമറിസം ആയിരിക്കും കാണിക്കുക. അപ്പോൾ കോർഡിനേഷൻ ഐസോമറിസം ആയിരിക്കും ഇവർ കാണിക്കുക. A3 എന്നുള്ളതാണ് നമുക്ക് കണക്ട് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ A3 എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ആൻസർ ആയി. ഓപ്ഷൻ 1 തന്നെയായിരിക്കും ആൻസർ ആയിട്ട് വരിക. ഇനി നമുക്ക് ബാക്കിയുള്ളവരെ നോക്കാം. ഇത് നൈട്രിറ്റോ എന്ന് പറയുന്ന ആളാണ്. ഇവരുടെ കേസിൽ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ആംബീഡിൻ്റെയും ലിഗാൻഡ് ആയതുകൊണ്ട് ഇതെന്തായിരിക്കും ലിങ്കേജ് ഐസോമറിസം ആയിരിക്കും. ഇവിടെ വാട്ടർ വന്നിട്ടുണ്ട്. അപ്പോൾ വാട്ടർ ക്ലോറിൻ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഇവരെ നമുക്ക് സോൾവേറ്റ് അല്ലെങ്കിൽ ഹൈഡ്രേറ്റ് ഐസോമറിസം പറയാം. ഇവിടെ സിസ് ഫോം കണ്ടോ, നമ്മൾ പറഞ്ഞില്ലായിരുന്നു ഓക്സിലേറ്റോ ബൈഡൻഡേറ്റ് ആയിട്ടുള്ള 2 ലിഗാൻഡ് ദെൻ Cl2. ഇവരുടെ കേസിൽ സിസ് ഫോം മാത്രമായിരിക്കും ഒപ്റ്റിക്കലി ആക്റ്റീവായിട്ട് കാണുക. ട്രാൻസ്ഫോം വരുമ്പോഴത്തേനും അവർ ഐഡൻറ്റിക്കൽ ലിഗാൻസ് ആയിട്ടായിരിക്കും വരിക, ഐഡൻറ്റിക്കൽ സ്ട്രക്ചേഴ്സ് ആയിട്ടായിരിക്കും വരിക. നോൺ സൂപ്പർപോസിബിൾ മിറർ ഇമേജ് കാണിക്കുന്ന ആര് മാത്രമായിരിക്കും, സിസ് ഫോമിലുള്ള ആൾ മാത്രമായിരിക്കും. അങ്ങനെ നമുക്ക് ഇവരെ ഇതിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഈ മാച്ച് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണ്, 1-2 ആൾക്കാരെ അറിയാമെങ്കിൽ തന്നെ നമുക്ക് ആൻസറിലേക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ. അപ്പോൾ ഇനിവേ ആൻസർ ഓപ്ഷൻ 1 എന്ന് തന്നെയാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. The hybridization and magnetic nature of MnCN64- and FeCN63- respectively. അപ്പം ഓരോ ആൾക്കാരുടെ ഓരോ കാര്യങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ എനിവേ നമുക്കിതിനെ ജസ്റ്റ് ഒന്ന് പറയാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് കേസിൽ Mn2+ ആണ് വരിക. Mn2+ ആണ്. ഹൈബ്രിഡൈസേഷൻ വെച്ചിട്ടാണല്ലോ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഇവിടുത്തെ കേസിൽ Fe3+ ആണ് വരിക. ഓക്കെ, അപ്പോൾ ഇവരുടെ ആദ്യത്തെ ആളുടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്, ഹൈബ്രിഡൈസേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കറിയാം ഇവിടെ Mn2+ എന്ന് പറയുമ്പം D5 സിസ്റ്റമാണ് വരിക, D5 ആണ് വരിക. ഇനി ഇവരുടെ കേസിൽ നമ്മൾ 5 ഇലക്ട്രോൺസും ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്തു, 5 ഇലക്ട്രോൺസും ഫില്ല് ചെയ്തു. പക്ഷേ ഇവിടെ CN വന്നതുകൊണ്ട് സ്ട്രോങ് ലിഗാൻഡാണ്. ഇവരെല്ലാം പെയേർഡ് ആയിട്ടായിരിക്കും കാണുക. അങ്ങനെ പെയേർഡ് ആയിട്ട് നമ്മൾ ഇവരെ കൊടുത്തു. 1 2 3 4 പെയർഡ് ആയിട്ട് വരുമ്പം ഇങ്ങനെ വരുമല്ലോ. ഓക്കെ, അപ്പോൾ തന്നെ 2 ഓർബിറ്റൽസ് വേക്കൻ്റ് ആയി. ഇവിടെ S ഉണ്ട്, 3 P ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഇതെന്തായിരിക്കും വരിക, D2sp3 എന്നായിരിക്കും വരിക. കണ്ടോ, അപ്പോൾ D2sp3 എന്ന് വരുന്ന ഓപ്ഷൻസ് 2 ഉണ്ട്. ഇനി അടുത്ത ആളുടെ കേസ് നോക്കാം. Fe3+ എന്ന് പറയുമ്പോൾ അവരുടെ കേസിലും നമുക്കറിയാം സ്ട്രോങ് ലിഗാൻഡാണ് വന്നിരിക്കുന്നത്. Fe3+ എന്ന് പറയുമ്പോഴും ഇവിടെ എന്താണ്, D5 തന്നെയാണ് വരിക. അപ്പോൾ D5 എന്താണേലും ഫുള്ളി പെയർഡ് ആയിട്ട് നമ്മൾ എഴുതി കഴിയുമ്പോൾ, മീൻസ് മാക്സിമം പെയർഡ് ആക്കി കൊടുത്തു കഴിയുമ്പോൾ ഇവരുടെ കേസിൽ നമുക്ക് അൺപെയർഡ് ഇലക്ട്രോൺസ് കിട്ടും അല്ലേ. 5 എന്താണേലും ഫുള്ളി പെയർഡ് ആയിട്ട് എഴുതാൻ പറ്റില്ല, അൺപെയർഡ് ഇലക്ട്രോൺസ് എന്താണേലും വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ഇവിടുത്തെ കേസിൽ D2sp3 ആയിരിക്കും വരിക. ദെൻ അതേപോലെ തന്നെ പാരാമാഗ്നറ്റിക് ആയിരിക്കും ആര്, FeCN63- എന്ന് പറയുന്നത്. അപ്പോഴും നമുക്ക് ആൻസർ എന്ത് തന്നെയാണ് വരിക, ഇത് തന്നെയാണ് D2sp3 ആൻഡ് പാരാമാഗ്നറ്റിക് എന്നുള്ളതായിരിക്കും ആൻസർ ആയിട്ട് വരിക. കണ്ടോ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് ഐഡൻറ്റിഫൈ ചെയ്യുക. ദെൻ ഫുള്ളേ ചെയ്ത് നോക്കിയില്ലെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കണ്ടോ, ഈ ഒരു കാര്യം നമ്മൾ പറഞ്ഞ അതേ കേസ് തന്നെയാണ്. സ്ട്രോങ് ലിഗാൻഡ് വന്നു, അപ്പോൾ ഓൾറെഡി ഉള്ള ആൾക്കാർ പെയർഡ് ആയിട്ട് നിൽക്കാം. അപ്പോൾ അവരുടെ വേക്കൻ്റ് ആയിട്ട് 2 D ഓർബിറ്റൽ വരാൻ പോസിബിലിറ്റി ഉണ്ട്. ഇനി അങ്ങനെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കുക. അപ്പോൾ D2sp3 എന്നായിരിക്കും വരിക. അപ്പോൾ അവരുടെ കേസിലും അൺപെയർഡ് ഇലക്ട്രോൺസിൻ്റെ നമ്പറൊക്കെ ആയിരുന്നു ചോദിച്ചത്, മീൻസ് അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. നമുക്ക് കിട്ടി അൺപെയർഡ് ഇലക്ട്രോൺസ് അവരുടെ കേസിലുണ്ടാവും അല്ലേ. അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 ആണ് വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമ്പർ ഓഫ് ജോമെട്രിക്കൽ ഐസോമേഴ്സ് ഫൗണ്ട് ഇൻ ദി മെറ്റൽ കോംപ്ലക്സ്. അപ്പോൾ ഇവിടുത്തെ കേസിൽ ജസ്റ്റ് ഒന്ന് നോക്കിയേ, നമ്പർ ഓഫ് ജോമെട്രിക്കൽ ഐസോമേഴ്സ് ആണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ജോമെട്രിക്കൽ ഐസോമേഴ്സ് ഓഫ് PtCl2 NH3 ട്വൈസും NiCO4ൻ്റെയും കേസാണ് നമുക്ക് ജസ്റ്റ് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴേ മനസ്സിലാക്കാവേ. ഫസ്റ്റ് വൺ എന്താണേലും അതായത് Ma2B2 ടൈപ്പ് അല്ലേ. Ma2B2 ടൈപ്പിനകത്ത് ജോമെട്രിക്കൽ ഐസോമേഴ്സ് നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാം. എന്തായിരിക്കും, സിസ് ട്രാൻസ് ഒറ്റ 2 രീതിയിലുള്ള ആൾക്കാരെ വരുന്നുള്ളൂ അല്ലേ. ജോമെട്രിക്കൽ ഐസോമേഴ്സിൻ്റെ നമ്പർ എന്താണേലും ഇവരുടെ കേസിൽ 2 ആയിരിക്കും. അടുത്ത ടൈപ്പ് ഏതാണെന്ന് മനസ്സിലാവുന്നുണ്ടോ, Ma4 ടൈപ്പ് അല്ലേ. അത് 4 പേരും സെയിം ആയിട്ട് വരുന്ന കേസാണ്. Ma4 ടൈപ്പിൽ ഉറപ്പായിട്ടും അവരുടെ ഐസോമേഴ്സിൻ്റെ നമ്പർ എത്രയായിരിക്കും, 0 ആയിരിക്കും വരിക. എല്ലാവരും സെയിം ആണെങ്കിൽ സിസും ട്രാൻസും പറയാൻ പറ്റില്ലല്ലോ. ഇനി അടുത്ത ടൈപ്പ് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ഇത് Ma3B3 ടൈപ്പ് അല്ലേ നോക്കിയേ. Ma3B3 ടൈപ്പിൽ ആകെ 2 ആൾക്കാരേ ഉള്ളൂ. ആരൊക്കെയായിരിക്കും, ഫാക്കുമെർ ഐസോമർ അല്ലേ. അപ്പോൾ അവിടെ അവരുടെ കേസിലും 2 ആണ് വരിക. ഓക്കെ, ഇപ്പോൾ തന്നെ ആൻസറിലേക്ക് എത്തി. ഇനി ഇവരുടെ കേസ് നോക്കിയേ, 4 പേര് സെയിം ആണ്, ദെൻ 2 പേര് ഡിഫറെൻറ്റ്. ഇവരെ നമ്മളിപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടല്ലേ. Ma4B2 ടൈപ്പാണിത്. ഇവൻ്റെ കേസിൽ ഒരു സിസും ഒരു ട്രാൻസും. അപ്പോൾ അങ്ങനെ നമുക്ക് ആൻസർ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. ആൻസർ ഈസ് ഓപ്ഷൻ 4 ആണ് വരിക. ഓക്കെ,
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, octahedral complex of a metal ion M3+ with 4 monodentate ligands L1, L2, L3 and L4 absorbs wavelength in the region of red, green, yellow and blue respectively. The increasing order of ligand strength of 4 ligands is. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ആ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കോമൺ ആയിട്ട് ചോദിക്കുന്നതാണ്. അതായത് സ്പ്ലിറ്റിങ്ങിൻ്റെ കേസ് നമുക്കറിയാം അല്ലേ. അതായത് സ്ട്രോങ് ലിഗാൻഡ് വന്നു കഴിഞ്ഞാൽ, സ്ട്രോങ് ലിഗാൻഡ് ആണെന്നുണ്ടെങ്കിൽ സ്പ്ലിറ്റിങ് കൂടുതലായിരിക്കും. ഓക്കെ, ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് കൂടുതലായിരിക്കും. ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഇൻക്രീസസ് എന്ന് പറഞ്ഞാൽ എനർജി ഗ്യാപ്പ് ബിറ്റ്വീൻ T2G ആൻഡ് EG ഇൻക്രീസസ് എന്നാണല്ലോ. ഓക്കെ, എനർജി ഗ്യാപ്പ് കൂടുതൽ എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത്, അപ്പോൾ എനർജി കൂടുതലുള്ള റേഡിയേഷൻ ആയിരിക്കും അവർ അബ്സോർബ് ചെയ്യുന്നത് അല്ലേ. എനർജി കൂടുതലുള്ള റേഡിയേഷൻ അബ്സോർബ് ചെയ്തു എന്ന് പറഞ്ഞാൽ, അതായത് T2G EG ട്രാൻസിഷനാണ് നമ്മൾ നോക്കുന്നത്. എനർജി കൂടുതലുള്ള റേഡിയേഷനാണ് അബ്സോർബ് ചെയ്തത് എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് കുറവുള്ള റേഡിയേഷനാണ് അവർ അബ്സോർബ് ചെയ്തത്. ദാറ്റ് മീൻസ് എനർജി ആൻഡ് വേവ് ലെങ്ത് ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലി E=hc/λ അല്ലേ. അപ്പോൾ അങ്ങനെ തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. വേവ് ലെങ്ത് കുറവുള്ള റേഡിയേഷൻ ആയിരിക്കും അവർ അബ്സോർബ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ അങ്ങനെ വെച്ചിട്ട് തന്നെ നമുക്ക് ഇതിനകത്തെ ആൻസർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ ഇവർ പറഞ്ഞിരിക്കുന്നത് ഇപ്പം L1 എന്ന് പറയുന്നത് L1, L2, L3, L4 അബ്സോർബ്സ് വേവ് ലെങ്ത് ഇൻ ദ റീജിയൻ ഓഫ് റെഡ്, ഗ്രീൻ, യെല്ലോ ആൻഡ് ബ്ലൂ റെസ്പെക്റ്റീവ്ലി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ L1 എന്ന് പറയുന്നത് ഇവിടെ അബ്സോർബ് ചെയ്ത കളർ എന്താണ്? റെഡ് കളർ അല്ലേ, റെഡ് കളറാണ്. L2 എന്ന് പറയുന്നത് അബ്സോർബ് ചെയ്ത കളർ എന്താണ്? ഗ്രീൻ കളറാണ്. ഓക്കെ, ദെൻ L3 എന്ന് പറയുന്ന ആൾ അബ്സോർബ് ചെയ്ത കളർ ഏതാണ്? യെല്ലോ കളറാണ്. ഇനി ഇത്രയാണ് ഉള്ളതല്ലേ. പിന്നെ അടുത്തത് L4 എന്ന് പറയുന്ന ആൾ അബ്സോർബ് ചെയ്ത കളർ ഏതാണ്? ബ്ലൂ കളറാണ്. ഓക്കെ, ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. വേവ് ലെങ്ത് ഇൻക്രീസിങ് ഓർഡറിൽ ഇവരെ നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതിയേക്കാം. അപ്പോൾ വേവ് ലെങ്ത് ഇൻക്രീസിങ് ഓർഡർ നമുക്കറിയാം, വിബ്ജിയോർ ഇതാണല്ലോ വേവ് ലെങ്ത് ഇൻക്രീസിങ് ഓർഡർ. അപ്പോൾ വേവ് ലെങ്ത് ഏറ്റവും കൂടുതലുള്ളത് ആരുടെ കേസിലാണ്? ഈ റെഡ് വരുന്ന കേസിലാണല്ലേ. അപ്പോൾ L1 എന്ന് പറയുന്ന ആൾക്കാണ് വേവ് ലെങ്ത് ഏറ്റവും കൂടുതൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കണ്ടത് ആരെയായിരിക്കും? യെല്ലോ എന്ന് പറയുമ്പം L3 ആണ് അടുത്തത് വരിക. ഇനി അടുത്തത് പിന്നെ വരുന്നത് ഗ്രീൻ വരുന്ന ആൾ, അതേതാണ്? L2 ആണ് വരിക. ഇനി അടുത്ത വരുന്നത് ബ്ലൂ വരുന്ന ആൾ, L4 എന്നാണ് വരിക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇവരുടെ കേസിൽ ജസ്റ്റ് ഒന്ന് നോക്കാം. L1, L3, L2, L4 എന്നുള്ളത് എന്തിൻ്റെ ഓർഡറാണ്? വേവ് ലെങ്തിൻ്റെ ഓർഡറാണ്. ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് കണ്ടുപിടിക്കാം കേട്ടോ, ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തതേ ഉള്ളേ. വേവ് ലെങ്ത് ഓർഡറാണ് നമ്മളിപ്പം എഴുതിയിരിക്കുന്നത്. വേവ് ലെങ്ത് അബ്സോർബ് ചെയ്ത ഓർഡറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ എനർജി അബ്സോർബ് ചെയ്ത ഓർഡർ. നമുക്ക് എനർജി അബ്സോർബ് ചെയ്ത ഓർഡറാണ് വേണ്ടത്. കാരണം കൂടുതൽ എനർജി അബ്സോർബ് ചെയ്ത ആളായിരിക്കും കൂടുതൽ സ്പ്ലിറ്റിങ് കാണിച്ചിട്ടുണ്ടാവുക. അപ്പോൾ വേവ് ലെങ്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഓർഡർ ആയിരിക്കും എനർജിയുടെ ഓർഡർ കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ആ കളേഴ്സ് വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. വേവ് ലെങ്തിൻ്റെ ഓർഡറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എനർജിയുടെ ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റ് വരുന്ന ഓർഡർ എന്തായിരിക്കും വരിക? അപ്പോൾ ആൻസർ എന്താണെങ്കിലും ഓപ്ഷൻ 2 എന്നായിരിക്കുമല്ലോ വരിക. കണ്ടോ? അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഇതിനകത്തൊരു കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. സ്ട്രോങ് ലിഗാൻഡ് വന്നു കഴിഞ്ഞാൽ സ്പ്ലിറ്റിങ് കൂടും. സ്പ്ലിറ്റിങ് കൂടുമ്പം എനർജി കൂടുതലുള്ള റേഡിയേഷൻ ആയിരിക്കും അവർ അബ്സോർബ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം വേവ് ലെങ്ത് കുറവുള്ള റേഡിയേഷൻ ആയിരിക്കും അവർ അബ്സോർബ് ചെയ്യുക. അപ്പോൾ ആ കളേഴ്സ് ഏതാണ് അബ്സോർബ് ചെയ്തത് അതിനനുസരിച്ച് സ്ട്രോങ് ആണോ വീക്ക് ലിഗാൻഡ് ആണോ അവർ അപ്രോച്ച് ചെയ്തത് എന്നുള്ളത് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ഇനി ഇതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ മാച്ച് ദി ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മൾ ആപ്ലിക്കേഷൻ ലെവലിൽ വരുന്ന കാര്യമാണ്. ആപ്ലിക്കേഷൻ നമ്മൾ റിവിഷൻ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. ടെക്സ്റ്റിൽ ഏറ്റവും തുടക്കത്തിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, ദെൻ ഏറ്റവും ലാസ്റ്റ് കുറേ ആപ്ലിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ലെഡ് പോയിസണിങ്ങിന്, അതുപോലെ തന്നെ അയൺ മീൻസ് അയൺ പോയിസണിങ്ങിൻ്റെയൊക്കെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലിഗാൻസ് ഏതാണ്, അവരെ ഒന്ന് ജസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്തോണേ. നോട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി, കിട്ടിക്കോളും. അപ്പോൾ ആ ആപ്ലിക്കേഷൻസ് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി, നിങ്ങൾക്ക് അതിൻ്റെ ആൻസേഴ്സ് കിട്ടുവേ. ഇവിടെ നമ്മളെല്ലാം സെൻട്രൽ മെറ്റലിൻ്റെ കേസാണ് പറഞ്ഞേക്കുന്നത്. നമുക്കറിയാം കൊബാൾട്ടിൻ്റെ പേരാണല്ലോ സൈനോ കൊബാളമീൻ. അതുകൊണ്ട് തന്നെ അവരുടെ സെൻട്രൽ മെറ്റൽ ഏതാണ്? വൈറ്റമിൻ B12 പേരാണല്ലോ സൈനോ കൊബാളമീൻ. കൊബാൾട്ടാണ് സെൻട്രൽ മെറ്റലായിട്ട് വരിക. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. സിങ്ക് എന്ന് പറയുന്നത് കാർബോണിക് അൺഹൈഡ്രേസിൻ്റെ അകത്തുള്ള സെൻട്രൽ മെറ്റലാണ്. റോഡിയം എന്തായിരിക്കും? വിൽക്കിൻസൺസ് കാറ്റലിസിൻ്റെ മീൻസ് ഉള്ള സെൻട്രൽ മെറ്റലാണ്. മഗ്നീഷ്യം എവിടെയാണ് വരിക?
ക്ലോറോഫിലിൻ്റെ കേസിലാണ് നമുക്കിത് വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ പെട്ടെന്ന് തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം അല്ലേ. A3 എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടി. ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ 2 ആയിരിക്കും വരിക. അപ്പോൾ ഇങ്ങനെ നമുക്ക് കുറച്ചുകൂടെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ വരാം കേട്ടോ. ഇതിപ്പം പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. ഇവിടെ വിൽക്കിൻസൺസ് കാറ്റലിൻ്റെ ടോട്ടൽ ഫോമിൽ എങ്ങനെയാണ് വരിക? RH PPH3 3Cl എന്നാണ് വരിക. PPH3 എന്ന് പറഞ്ഞാൽ ട്രൈഫിനൈൽ ഫോസ്ഫീൻ. അപ്പം RH PPH3 3Cl അതാണ് വിൽക്കിൻസൺസ് കാറ്റലിസ്റ്റ് കേട്ടോ. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻ അവിടെ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇതേ. ഇനി അടുത്തത് സ്പിന്നുള്ളി മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് Fe2+ ഇൻ ദ പ്രസൻസ് ഓഫ് സ്ട്രോങ് ലിഗാൻഡ് ഇൻ ബോർ മാഗ്നറ്റൺ. അപ്പോൾ Fe2+ സ്ട്രോങ് ലിഗാൻഡിൻ്റെ പ്രസൻസിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ മാഗ്നറ്റിക് മൊമെന്റ് ഇതാണ് ക്വസ്റ്റ്യൻ. Fe2+ എന്ന് പറയുമ്പോൾ D6 ആണ്. സ്ട്രോങ് ലിഗാൻഡ് വരുമ്പോൾ അത് ഏത് കോംപ്ലക്സ് ആയിരിക്കും? ലോ സ്പിൻ കോംപ്ലക്സ് ആയിരിക്കും. ലോ സ്പിൻ കോംപ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഉള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? മാക്സിമം പെയർഡ് ആയിട്ടായിരിക്കും നിൽക്കുക. അപ്പോൾ D6 കോൺഫിഗറേഷൻ ഇങ്ങനെയാണ്, അൺപെയർഡ് ഇലക്ട്രോൺസ് ഇല്ല. ഓഫ് കോഴ്സ് അതിൻ്റെ മാഗ്നറ്റിക് മൊമെന്റ് എന്തായിരിക്കും? 0 ആയിരിക്കും വരിക. കണ്ടോ? അപ്പോൾ Fe2+ൻ്റെ അകത്ത് ഇൻ ദ പ്രസൻസ് ഓഫ് സ്ട്രോങ് ലിഗാൻഡ് പറഞ്ഞതുകൊണ്ടാണ്. വീക്ക് ലിഗാൻഡ് ആയിരുന്നെങ്കിൽ നമ്മളിവിടെ 3, 4, 5, 6 അങ്ങനെ കൊടുത്തേനെ. ഇവിടുത്തെ കേസിൽ സ്ട്രോങ് ലിഗാൻഡ് വന്നതുകൊണ്ട് T2G ആയിരിക്കും ഫുള്ളി ഫില്ല് ചെയ്യുക. T2G6 എക്സ്ട്രാ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു കോൺഫിഗറേഷനാണ്. ആൻസർ ഓപ്ഷൻ 1. ഇനി IUPAC നെയിമാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലായി പൊട്ടാസ്യം എന്ന് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം അല്ലേ. ഇവിടെ ട്രൈ ഓക്സലേറ്റോ എന്ന് വേണം വരാൻ വേണ്ടിയിട്ട്. കൊബാൾട്ട് എന്ന് കൊടുക്കണോ, കൊബാൾട്ടേറ്റ് എന്ന് കൊടുക്കണോ? ഓഫ് കോഴ്സ് കൊബാൾട്ടേറ്റ് എന്നാണ് കൊടുക്കേണ്ടത്. കോർഡിനേഷൻ സ്പിയറിൻ്റെ ചാർജ് നെഗറ്റീവ് ആണെങ്കിൽ ATE എന്നാണല്ലോ നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആൻസർ എന്തായിരിക്കും വരിക? പൊട്ടാസ്യം ട്രൈ ഓക്സലേറ്റോ കൊബാൾട്ടേറ്റ് 3 എന്നായിരിക്കും വരിക. ട്രിസ് എന്നൊന്നും ഇവിടെ ചേർക്കേണ്ട കാര്യമില്ലല്ലോ. ഓക്സലേറ്റോ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ട്രൈ ഒന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ആൻസർ സെലക്ട് ചെയ്യാം. ട്രൈ ഓക്സലേറ്റോ കൊബാൾട്ടേറ്റ് 3. കോർഡിനേഷൻ നമ്പർ ഏതായിരിക്കും ഇവിടെ വരിക? കോർഡിനേഷൻ നമ്പർ 6 ആണ്. കൊബാൾട്ടിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റും ഐഡൻറ്റിഫൈ ചെയ്യാം. ഇവിടെ X - 6 ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ +3 ആണ്. അപ്പോൾ -3 അങ്ങനെ X ദാറ്റ് ഈസ് ഈക്വൽ ടു +3 എന്ന് കിട്ടും. അപ്പം ആൻസർ എന്താണേലും ഓപ്ഷൻ 3 ആണ് വരിക. ഇനിയും അടുത്തൊരു മാച്ച് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഇവിടെ നമ്മൾ പറഞ്ഞ ആൾക്കാരൊക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. NiCO4 എന്ന് പറയുന്ന ആളും NiPPH3 ത്രൈസ് എന്ന് പറയുന്ന ആളും PPH3 4 ടൈംസ് ഇവർ രണ്ടുപേരും എന്താണ്? നിക്കൽ 0 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. അപ്പോൾ ആ എസ്സിലുള്ള ഇലക്ട്രോൺസ് ഓൾറെഡി എങ്ങോട്ട് പെയർ ചെയ്യും? ഓൾറെഡി ഉള്ള D ഓർബിറ്റൽസിലേക്ക് പെയർ ചെയ്യും. ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാം. നിക്കൽ എന്ന് പറയുന്ന ആൾ D8S2 എന്നാണ് കാണുക. D8S2. അപ്പോൾ Dയിൽ ഓൾറെഡി ഇലക്ട്രോൺസ് നിൽപ്പുണ്ട്. 1, 2, 3, 4, 5, 6, 7, 8 ഇങ്ങനെയാണ് നിൽക്കുക. ഇനി ഇവിടെ എസ്സിൽ ഓൾറെഡി ഇലക്ട്രോൺ നിൽപ്പുണ്ട് അല്ലേ. എസ്സിൽ ഇലക്ട്രോൺ നിൽപ്പുണ്ട്. ഈ എസ് ഇലക്ട്രോൺ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കോർഡിനേഷൻ നമ്പർ 4 ആണ്. അത് DsP2 വരാം, sp3 ഒക്കെ വരാം. എന്താണേലും എസ് വേക്കൻ്റ് ആകാതെ പറ്റില്ല. എസ്സിൽ എന്താണേലും ഇലക്ട്രോൺ ഫില്ല് ചെയ്യണം അല്ലേ. അപ്പോൾ അങ്ങനെ ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു സെറ്റ് ഓഫ് ഇലക്ട്രോൺസ് ഇങ്ങനെ പെയർ ചെയ്യുമായിരിക്കും ചെയ്യുക. അങ്ങനെ എസ് ഓർബിറ്റിൽ വേക്കൻ്റ് ആകും. ദെൻ എസ്സിലും പിയിലുമായിട്ടായിരിക്കും ഇലക്ട്രോൺസ് അപ്പോൾ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ ഹൈബ്രിഡൈസേഷൻ എന്തായിരിക്കും? sp3 ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും. അപ്പോൾ NiCO4 എന്ന് പറയുന്നത് എന്താണ്? sp3 ഹൈബ്രിഡൈസേഷൻ. നമ്മൾ ഇതിൻ്റെ അകത്ത് എക്സെപ്ഷനായിട്ട് പറയുന്നത് ഇവരെ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരെ നമുക്ക് നോർമലായിട്ട് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാവേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇനി അടുത്ത് നോക്കുക NiCN4 2-. അപ്പോൾ ഇതേപോലെ തന്നെ D8 ആണ് വരുന്നത്. ഇപ്പോൾ CN സ്ട്രോങ് ലിഗാൻഡ് ആണ്. അപ്പോൾ എന്ത് ചെയ്യും? ഓൾറെഡി ഉള്ള ഇലക്ട്രോൺ പെയർ ചെയ്യും. അങ്ങനെ പെയർ ചെയ്യുമ്പോൾ D ഓർബിറ്റൽ ഒരെണ്ണം വേക്കൻ്റ് ആകും. അങ്ങനെ അവർ കാണിക്കാൻ ചാൻസ് ഉള്ളത് എന്തായിരിക്കും? DsP2 ആയിരിക്കും. അപ്പോൾ 2 പോസിബിലിറ്റി ഉള്ളൂ. കോർഡിനേഷൻ നമ്പർ 4 വന്നു കഴിഞ്ഞാൽ DsP2 അല്ലെങ്കിൽ sp3. അപ്പോൾ ഇവരുടെ കേസിൽ ഉറപ്പായിട്ടും എന്തായിരിക്കും വരിക? DsP2 ഹൈബ്രിഡൈസേഷൻ എന്നായിരിക്കും വരിക. ഓക്കെ, ഇനി ഇത് രണ്ടും എന്താണ്? കോർഡിനേഷൻ നമ്പർ 6 വരുന്ന കേസാണ്. നമുക്കിനി കണക്ട് ചെയ്യാനുള്ളത് sp3 D2ഉം D2 sp3. നിങ്ങൾക്ക് തന്നെ ഓർക്കാൻ പറ്റുന്ന കാര്യമാണ്. കോർഡിനേഷൻ നമ്പർ 6ൻ്റെ അകത്ത് സ്ട്രോങ് ലിഗാൻഡ് വന്നു. സ്ട്രോങ് ലിഗാൻഡ് വരുമ്പോൾ ഓൾറെഡി ഉള്ള ഇലക്ട്രോൺസ് പെയർ ചെയ്യും. അപ്പോൾ D ഓർബിറ്റൽസ് വേക്കൻ്റ് ആകാം. അങ്ങനെ ഇവരെന്തായിരിക്കും കാണിക്കുക? D2 sp3 എന്നായിരിക്കും കാണിക്കുക. ഇവരുടെ കേസിൽ എന്തായിരിക്കും? വീക്ക് ലിഗാൻഡ് ഓൾറെഡി ഉള്ള ഇലക്ട്രോൺസ് ആശ്രയിച്ച് അങ്ങനെ തന്നെ നിൽക്കും. അതുകൊണ്ട് തന്നെ അവർ എന്തായിരിക്കും കാണിക്കുക? sp3 D2 എന്നുള്ള ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും കാണിക്കുക. അപ്പോൾ A1 ആണ്, B എന്ന് പറയുന്നത് 4 ആണ് അല്ലേ. ദെൻ C എന്ന് പറയുന്നത് 3 ആണ്, C 3 ആണ്, D എന്ന് പറയുന്നത് 2 ആണ്. അങ്ങനെ ആൻസർ എന്താണ്? ഓപ്ഷൻ 2 ആയിരിക്കും നമുക്ക് വരിക. കണ്ടോ? അപ്പോൾ ഇങ്ങനെയുള്ള കോംപ്ലക്സുകൾ ചോദിക്കാം. അറ്റ്ലീസ്റ്റ് 2 പേരെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ നമുക്ക് ഈസി ആയിട്ട് ഓപ്ഷൻ്റെ അകത്തുനിന്ന് തന്നെ സെലക്ട് ചെയ്യാൻ പറ്റും അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി ഓഫ് FeH2O 6 times Cl2 ആൻഡ് K2 NiCl4 റെസ്പെക്റ്റീവ്ലി ആർ.
അപ്പോൾ ഇവരുടെ സ്ട്രക്ചറിനെ പറ്റി ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇത് കണ്ടുപിടിക്കാം. നമ്മൾ ആ റിവിഷൻ്റെ കേസിൽ ഇവരുടെ ഈ ഒരു കോംപ്ലക്സിൻ്റെ കേസ് പറഞ്ഞതായിരുന്നു NaCl4 2-. ഇവിടെ K2 എന്ന് വന്നിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. NaCl4 2- എന്ന് പറയുന്നത് ഉറപ്പായിട്ടും എന്താണ്, ഒരു എന്താണ് ടെട്രാഹെഡൽ കോംപ്ലക്സ് ആണ് കേട്ടോ. ടെട്രാഹെഡലിൽ വരുന്ന കോംപ്ലക്സ് ആണ്. അപ്പോൾ സ്റ്റെബിലൈസേഷൻ എനർജി ഈസി ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. എങ്ങനെയാണ്? FeH2O 6 ടൈംസ്, ഇതെന്താണ്, 2+ അല്ലേ, FeH2O 6 ടൈംസ് 2+. ഓക്കെ, ഇത് ഹൈ സ്പിൻ ആയിരിക്കുമോ ലോ സ്പിൻ ആയിരിക്കുമോ? ഉറപ്പായിട്ടും ഇത് ഹൈ സ്പിൻ ആണ്. കാരണം വാട്ടർ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, വീക്ക് ആയിട്ടുള്ള ലിഗാൻഡ് ആണല്ലോ. അതുകൊണ്ട് ഇത് ഹൈ സ്പിൻ കോംപ്ലക്സ് ആയിരിക്കും വരിക. അപ്പോൾ Fe2+ എന്ന് പറയുന്നത് D6 ആണ്. D6 ഹൈ സ്പിന്നിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇവിടെ T2G EG 1 2 3 4 5 6 ഇങ്ങനെയല്ലേ നമ്മൾ കൊടുക്കാൻ പറ്റുക അല്ലേ? അപ്പോൾ ഇവരുടെ കേസിൽ എനർജി നമ്മൾ എങ്ങനെയായിരിക്കും എഴുതുക? ഇവിടുത്തെ കേസിൽ എനർജി പറയുമ്പോൾ -0.4 ഡെൽറ്റാവോ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? അപ്പോൾ 4 × -0.4 ഡെൽറ്റാവോ, 4 × -0.4 ഡെൽറ്റാവോ പ്ലസ് 2 × 0.6 ഡെൽറ്റാവോ. കണ്ടോ? അപ്പോൾ ഇവിടെ എന്താണെങ്കിലും നമുക്ക് ആൻസർ വരിക -0.4 ഡെൽറ്റാവോ എന്നായിരിക്കും ആൻസർ വരിക അല്ലേ? -0.4 ഡെൽറ്റാവോ. ഇനി ഇതേപോലെ തന്നെയാണ് ടെട്രാഹെഡലിൻ്റെ കേസിലും. അപ്പോൾ ഒരു ഡിഫറൻസ് വരുന്നത് എന്താണ്? നിക്കൽ 2+ ആണ്, D8 ആണ്. ഇനി ഇവരുടെ കേസിൽ നമുക്ക് ടെട്രാഹെഡൽ ആയതുകൊണ്ട്, ടെട്രാഹെഡൽ ആകുമ്പം ഇവിടെ നമ്മൾ T2 പകരം E കൊടുക്കണം അല്ലേ? ഇവിടെ ആയിരിക്കും T2 എന്ന് കൊടുക്കുക. ഇവിടെ E വരും, ഇവിടെ T2 വരും. അപ്പോൾ ഇവിടെ -0.6 ഡെൽറ്റാവോ ആയിരിക്കും മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ആ ഒരു ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ 1 2 3 4 5 6 7 8. ഇനി ഇവരുടെ കേസിൽ നമ്മൾ ലോ സ്പിൻ ഓർ ഹൈ സ്പിൻ ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ നോക്കേണ്ട കാര്യം വരുന്നില്ലല്ലോ. കാരണം എന്താ, D8 ആണ്. D8 എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ഓഫ് കോഴ്സ് അറിയാം അതെന്താണ്, ലോ സ്പിൻ ഹൈ സ്പിന്നിൻ്റെ പ്രശ്നമൊന്നും ഇവിടെ ഇല്ല. എനിവേ ഇത് ടെട്രാഹെഡലാണ്. അപ്പോൾ മോസ്റ്റ്ലി ഇതെന്തായിരിക്കും, ഹൈ സ്പിൻ തന്നെ ഉള്ളൂ കേട്ടോ. അതല്ലാത്ത കേസ് വരുന്ന DsP2 ഒക്കെ കേസല്ലേ. അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യവും ഇവിടെ വരുന്നില്ല. നമുക്കിനി ഇലക്ട്രോൺ മീൻസ് ഇവരുടെ ആൻസർ നമുക്ക് കണ്ടുപിടിക്കാം. CFSE വരുമ്പം ഇവിടെ -0.6 ഡെൽറ്റാവോ ഇൻറ്റു 4 പ്ലസ് ഇവിടെ 4 × 0.4 ഡെൽറ്റാവോ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന എത്രയായിരിക്കും? -0.8 ഡെൽറ്റ T. ഇവിടെ നമ്മുടെ T എന്നല്ലേ കൊടുക്കുക, കാരണം ഇത് ടെട്രാഹെഡൽ ആയതുകൊണ്ട് T എന്ന് കൊടുക്കണമല്ലോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയായിരിക്കും നമുക്ക് ഇവരുടെ ആൻസർ കിട്ടുക. അപ്പോൾ എനിവേ നമുക്കിവിടെ ആൻസർ കിട്ടി 0.4 -0.4 ഡെൽറ്റാവോ ആൻഡ് -0.8 ഡെൽറ്റ T. ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ 1 ആയിരിക്കും വരിക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. If the freezing point of a 0.01 molar aqueous solution of a cobalt-3 chloride ammonia complex which behaves as a strong electrolyte is -0.0558 degrees Celsius, the number of chloride in the coordination sphere of the complex is. ഓക്കെ, അപ്പം നമ്പർ ഓഫ് ക്ലോറൈഡ് ആണ് നമ്മളിവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. Cobalt-3 ക്ലോറൈഡ് അമോണിയ കോംപ്ലക്സ് ആണെന്ന് പറഞ്ഞിട്ടുമുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടുത്തെ കേസിൽ എന്താണെങ്കിലും I വാല്യൂ ആണല്ലോ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഇതാണ് സൊല്യൂഷൻ എന്നുള്ള ചാപ്റ്ററിനെ കണക്ട് ചെയ്തിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കിവിടെ I വാല്യൂ ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പം ഡെൽറ്റ TF ദാറ്റ് ഈസ് ഇക്വൽ ടു I × KF × M എന്നാണ് ഇക്വേഷൻ. അപ്പോൾ I വാല്യൂ ആണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ I വാല്യൂ എത്രയാണെന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. I ദാറ്റ് ഈസ് ഇക്വൽ ടു ഇവിടെ എന്താണ്, ഡെൽറ്റ TF ഡിവൈഡഡ് ബൈ KF × M. പക്ഷേ ഇവിടെ ഡെൽറ്റ TF ആണോ കൊടുത്തിരിക്കുന്നത്? അല്ല, ഫ്രീസിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത് അല്ലേ? ഫ്രീസിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ തന്നിട്ടുണ്ട്. ഡെൽറ്റ TF ഐഡൻറ്റിഫൈ ചെയ്യാം. ഡെൽറ്റ TFൻ്റെ ഇക്വേഷൻ എന്താണ് വരിക? T0F - TF എന്നാണ് വരിക. T0F 0 ഡിഗ്രി സെൽഷ്യസ് ആണ്, വാട്ടറിൻ്റെ കേസിൽ അക്വ സൊല്യൂഷൻ ആണ്, -0.0558 ഡിഗ്രി സെൽഷ്യസ്. കണ്ടോ? അപ്പോൾ ഇവിടെ വരുന്നത് എന്താണ്? 0.0558 എന്നാണ് ആൻസർ വരിക. ഓക്കെ, ഇനി ഈ ഡെൽറ്റ TFൻ്റെ വാല്യൂ നമ്മൾ ആസ്വദിച്ച് ഇതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 0.0558 ഡിവൈഡഡ് ബൈ KFൻ്റെ വാല്യൂ 1.86 ആണ്. മൊളാലിറ്റി ഈസ് 0.01. കണ്ടോ? 0.01. അങ്ങനെ നമുക്ക് I വാല്യൂ എത്രയെന്ന് കിട്ടി? 3 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ I വാല്യൂ 3 എന്ന് വരണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം കോർഡിനേഷൻ സ്പിയറിൻ്റെ പുറത്ത് എത്ര ക്ലോറിൻ വന്നു കഴിഞ്ഞാലായിരിക്കും. ഇപ്പോൾ നമ്പർ ഓഫ് ക്ലോറൈഡാണ് നമ്മളോട് ഇതിൻ്റെ അകത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ക്ലോറൈഡ് ഇൻ ദി കോർഡിനേഷൻ സ്പിയർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം. NH3 എന്ന് പറയുന്ന ആൾ
എന്താണെങ്കിലും നമ്മളിവിടെ പഠിച്ചിട്ടുള്ളത് കൊബാൾട്ട് ക്ലോറൈഡിൻ്റെ NH3 കോംപ്ലക്സിൻ്റെ കേസാണ് പഠിച്ചേക്കുന്നത് അല്ലേ. അപ്പോൾ കൊബാൾട്ട് 3+ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ വരികയും ചെയ്യണം. അപ്പോൾ എന്താണെങ്കിലും 3 ക്ലോറിൻ ഉണ്ട് എന്നുള്ളത് അണ്ടർസ്റ്റുഡ് ആണ്. കാരണം അമോണിയ എന്ന് പറയുന്നത് എന്താണ്, ന്യൂട്രൽ ലിഗാൻഡ് ആണല്ലോ. ഓക്കെ, അപ്പോൾ I വാല്യൂ ഇവിടെ 3 വരണം എന്നുണ്ടെങ്കിൽ ഇവിടെ 2 ക്ലോറിൻ, ഇവിടെ 1 ക്ലോറിൻ ആയിട്ടായിരിക്കും വരിക. കണ്ടോ, അപ്പോൾ CO NH3 4 ടൈംസ് Cl2 എന്നുള്ള രീതിയിലായിരിക്കും വരിക. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റിനകത്ത് കോർഡിനേഷൻ സ്പിയറിന് പുറത്തുള്ള ആൾക്കാരും അകത്തുള്ള ആൾക്കാരും ഒക്കെ നമ്മളോട് ചോദിക്കാം. അല്ലെങ്കിൽ I വാല്യൂ ആസച്ച് അങ്ങനെ തന്നെയായിരിക്കും നമ്മളോട് ചോദിക്കുക. അപ്പോൾ ഇവിടുത്തെ കേസിൽ I വാല്യൂ 2 വരുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് അല്ലേ. ഇനി I വാല്യൂ 3 എന്ന് വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയായിരിക്കും കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ. ഇപ്പോൾ ഇവിടുത്തെ കേസിൽ എന്താണെങ്കിലും I വാല്യൂ 3 വരണം എന്നുണ്ടെങ്കിൽ പുറത്ത് 2 ക്ലോറിൻ വന്നാലല്ലേ ശരിയാകത്തുള്ളൂ. കണ്ടോ, അപ്പോൾ ഇങ്ങനെയായിരിക്കും ഇതിനകത്തെ കോംപ്ലക്സ് വരിക. കണ്ടോ, NH. അപ്പം നമുക്ക് ഏത് രീതിക്ക് വേണമെങ്കിലുള്ള കോംപ്ലക്സുകൾ ഇങ്ങനെ എഴുതാം അല്ലേ. I വാല്യൂ 2 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ക്ലോറിൻ ഇവിടെ കൊടുക്കാം. I വാല്യൂ 3 ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ക്ലോറിനായിരിക്കും നമ്മളിവിടെ കൊടുക്കുക. അപ്പോൾ കോംപ്ലക്സുകൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്തുനിന്ന് വരുന്ന ക്വസ്റ്റ്യൻ. കണ്ടോ, ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. സൊല്യൂഷൻ എന്നുള്ള ചാപ്റ്ററുമായിട്ട് കണക്റ്റഡ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. As per IUPAC nomenclature, the name of the complex. ഈ കോംപ്ലക്സിൻ്റെ നെയിം നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമല്ലോ. ഇവിടെ വരുമ്പം ഡൈഅമീൻ എന്ന് കൊടുക്കണം. അവിടെ ശ്രദ്ധിച്ചോണം, ചിലപ്പോൾ നമുക്ക് 2 M ഉള്ള എക്സാമ്പിൾ തന്നിട്ടുണ്ടാവും, മീൻസ് ഓപ്ഷനും തന്നിട്ടുണ്ടാവും, 1 M ഉള്ള ഓപ്ഷനും തന്നിട്ടുണ്ടാവും. അപ്പോൾ 2 M ഉള്ള ഓപ്ഷനെ ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ടെട്രാ അക്വ എന്ന് കൊടുക്കണം. കൊബാൾട്ടിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റും കൂടെ നോക്കിയാൽ മതി. ഇവിടെ അത് നോക്കേണ്ട ആവശ്യം പോലും വരുന്നില്ല, എല്ലാത്തിനും 3 എന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്നത് ഡൈഅമീൻ എന്നായിരിക്കണം അല്ലേ. ഡൈഅമീൻ എന്ന് പറയുമ്പം 2 M എന്താണേലും കൊടുത്തിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ ഡൈഅമീൻ ടെട്രാ അക്വ കൊബാൾട്ട് 3 ക്ലോറൈഡ് എന്നേ കൊടുക്കാൻ പറ്റുള്ളൂ. ഡൈഅമീൻ ഇതുകൊണ്ട് ഇവിടെ ഒരു കോമ്പൗണ്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഓപ്ഷൻ നോക്കിയേ, ഡൈഅമീൻ ടെട്രാ അക്വ കൊബാൾട്ട് 3 ക്ലോറൈഡ്. പക്ഷേ ഇവിടുത്തെ കേസിൽ നോക്കിയേ, ഡൈഅമീൻ ടെട്രാ അക്വ ഉണ്ടോ, എല്ലാം കറക്റ്റാണ്, കൊബാൾട്ട് 3 ക്ലോറൈഡ്. അപ്പോൾ ഇവിടെ 2 M ഉള്ള ഓപ്ഷനെ നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെയൊക്കെ ടെട്രാ അക്വ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്, അതെന്താണേലും വരില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ഡൈഅമീൻ എന്ന് പറയുമ്പോൾ 2 M എന്താണേലും ഉണ്ടാവണം. ഡൈഅമീൻ ടെട്രാ അക്വ കൊബാൾട്ട് 3 ക്ലോറൈഡ്. കണ്ടോ, അപ്പോൾ അങ്ങനെയായിരിക്കും നമുക്കിതിൻ്റെ ആൻസർ കിട്ടുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following complex contains same hybridization of central metal atom as in cisplatin? ഇത് കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും സിസ്പ്ലാറ്റിൻ എന്നുള്ള പേര് തന്നെ നമുക്ക് വരുന്നത് പ്ലാറ്റിനത്തിൻ്റെ കോംപ്ലക്സ് ആണ് അല്ലേ. പ്ലാറ്റിനത്തിന് ഏത് കോംപ്ലക്സ് ആണ്? പ്ലാറ്റിനം മീൻസ് സിസ് ട്രാൻസ് എന്നുള്ള രീതിയിൽ പ്ലാറ്റിനം 2+ എന്ന് പറയുന്ന ആൾ എപ്പോഴും സിസും ട്രാൻസും വരും എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സിസ് പ്ലാറ്റിൻ എന്ന് പറയുന്നത് PTNH3 twice Cl2 എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ ഇവരുടെ കേസിൽ സിസും ട്രാൻസും A2 B2 ടൈപ്പ് അല്ലേ. അപ്പോൾ സിസും ട്രാൻസും എന്താണേലും ഇവിടെ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ. ഓക്കെ, ആൻസേഴ്സൊക്കെ ഒത്തിരി പേര് പറയുന്നുണ്ട്, കിട്ടിക്കോളും. ഓക്കെ, അപ്പോൾ ഇനി എന്താണെങ്കിലും നമുക്ക് ഇവിടുത്തെ കേസിൽ ഹൈബ്രിഡൈസേഷൻ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ഇവർ പറഞ്ഞിട്ടില്ല പ്ലാറ്റിനം 2+ ആണെന്നോ ഇവർ സ്ക്വയർ പ്ലാനറോ ടെട്രാഹൈഡ്രലോ ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ അറിഞ്ഞു വെക്കണം, സിസ് പ്ലാറ്റിൻ എന്ന് പറയുമ്പം പ്ലാറ്റിനം 2+ ആണ് കോംപ്ലക്സ് വരിക. പ്ലാറ്റിനം 2+ എന്ന് പറയുമ്പം അത് സ്ക്വയർ പ്ലാനാറിലാണ് വരിക. സ്ക്വയർ പ്ലാനർ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്താലല്ലേ ഇതിലുള്ള ആൾക്കാരെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ സ്ക്വയർ പ്ലാനാറിൻ്റെ ഹൈബ്രിഡൈസേഷൻ എന്താണ്? DsP2 ആണ് വരിക. നമുക്കിത് ഇവിടെ തൊട്ട് നോക്കാം. ഇവർ നമ്മളിപ്പോൾ കുറേ നേരമായി ചെയ്യുന്നു. NiCl4 2- എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും അതെന്തായിരിക്കും? നിക്കൽ D8 ആണ്, അവർ പെയർഡ് ആകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതെന്തായിരിക്കും? sp3 ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും വരിക. ഇത് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ, നിക്കൽ 0 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ അതെന്താണ്? sp3 ആണ്. ഇനി സിങ്ക് 2+ എന്ന് കാണുമ്പോഴേ അറിയാം D ഓർബിറ്റൽസ് അവിടെ ഫുള്ളി ഫിൽഡ് ആണല്ലോ, വരച്ചു നോക്കേണ്ട കാര്യം പോലും വരുന്നില്ല. D10 കോൺഫിഗറേഷൻ ആണ്. D വന്നാലല്ലേ DsP2 എന്നാകുള്ളൂ. അപ്പോൾ ഉറപ്പായിട്ടും അതും എന്താണ്? sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. ഇത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ബാക്കി ഒരാളെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുമേ. അപ്പോൾ ഇവിടെ ഓർത്തോണം, സിസ് പ്ലാറ്റിൻ എന്ന് പറയുമ്പോൾ പ്ലാറ്റിനം 2+ ആണ്. ദാറ്റ് മീൻസ് അവരെന്താണ്? സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സ് ആയിട്ടാണ് നിൽക്കുക, സ്ക്വയർ പ്ലാനാർ. ഓക്കെ, അപ്പോൾ സ്ക്വയർ പ്ലാനാർ ആയിട്ടുള്ള ആളെ ഐഡൻറ്റിഫൈ ചെയ്യണം. ഇവിടെ നമുക്ക് നോക്കാവേ, ഇവൻ്റെ കേസ് എന്താണ്? ഓൾമോസ്റ്റ് നമുക്ക് ആൻസറിലേക്ക് എത്തി. എങ്കിലും എങ്ങനെയാണിത് വരിക? കോപ്പർ 2+ എന്ന് പറയുമ്പോൾ അത് കോപ്പർ എന്ന് പറയുന്നത് ഏത് ഹൈബ്രിഡൈസ് മീൻസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ? D10S1 എന്നാണ് വരിക. കോപ്പർ 2+ എന്ന് പറയുമ്പോൾ D9 കോൺഫിഗറേഷനിലാണ് വരിക. അപ്പോൾ നമ്മൾ D9 വരയ്ക്കുവാണേ. ഇവിടെ ഇങ്ങനെ കൊടുത്തു 3 4 5 6 7 8 9.
ഇങ്ങനെയാണ് വരിക. എക്സെപ്ഷൻ ആയിട്ട് പഠിക്കുന്ന ഒരാളാണ് ഇവർ കേട്ടോ. അപ്പോൾ ഇവരെ ഒന്ന് ശ്രദ്ധിച്ചോണം. നിക്കലിൻ്റെ കേസും ഇതേപോലെ വരുന്നതാണെന്ന് ശ്രദ്ധിച്ചോണേ. അപ്പോൾ ഇവൻ്റെ കേസ് നമ്മൾ നോക്കുമ്പം sp3 വരത്തില്ലേ എന്നൊരു ഡൗട്ട് വരാം. പക്ഷേ sp3 അല്ല ഇവർക്ക് വരിക. ഇവിടെ എസ്, ഇവിടെ 3 p ഇലക്ട്രോൺസ് ആണുള്ളത്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? ഈ പറയുന്ന ഡി ഇലക്ട്രോൺ 3Dയിലുള്ള ഇലക്ട്രോൺ 4pയിലേക്ക് ജസ്റ്റ് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുവാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഡി ഓർബിറ്റൽ വേക്കൻ്റ് ആകും. അങ്ങനെ ഇവർ കാണിക്കുന്നത് എന്തായിരിക്കും? dsp2 ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും കാണിക്കുക. ദാറ്റ് മീൻസ് ഇവരെന്താണ്? സ്ക്വയർ പ്ലാനർ ആയിട്ടായിരിക്കും നിൽക്കുക. ദെൻ ഇവരെന്താണ്? അൺപെയർഡ് ഇലക്ട്രോൺസ് ഒരാളുള്ളത് കൊണ്ട് പാരാമാഗ്നറ്റിക്കുമായിട്ടായിരിക്കും നിൽക്കുക. അപ്പോൾ ഇവനും എക്സെപ്ഷനായിട്ട് പഠിക്കേണ്ട ഒരാളാണ്. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഇതിനകത്ത് എക്സെപ്ഷൻ എല്ലാം ഡിസ്കസ് ചെയ്ത് തന്നെയാണ് പോകുന്നത് കേട്ടോ. എക്സ്ട്രാ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് വെച്ചോണം. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൻലി നമ്മൾ പ്രീവിയസ് ഇയറിലൊക്കെ ചോദിച്ചിട്ടുള്ള ആൾക്കാരെയൊക്കെയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഇപ്പോൾ തന്നെ ഈ ക്വസ്റ്റ്യൻസ് ഫോളോ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇവരെയൊക്കെ ഈസി ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമേ. അപ്പോൾ ഇവൻ്റെ കേസ് ഒരു എക്സെപ്ഷനാണ്, അറിഞ്ഞു വെച്ചേക്കുക. dsp2 ഹൈബ്രിഡൈസേഷൻ ആണ് വരിക. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. Titanium H2O 6 times 3 minus absorb light of wavelength 496 nanometer due to DD transition. Then octahedral splitting energy, അതായത് ഡെൽറ്റ ഒ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. എന്താണേലും എനർജി ആണല്ലോ, ഇവർ തമ്മിലുള്ള എനർജി ഗ്യാപ്പാണ് കണ്ടുപിടിക്കേണ്ടത്. എനർജിക്ക് ആകപ്പാടെ നമുക്ക് ഇക്വേഷനായിട്ട് ഈ ഹിൻറ്റിൻ്റെ വാല്യൂസ് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാം. ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്ത് തന്നെയാണ്? E=hc/λ തന്നെയാണ്. വേവ് ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ടല്ലേ. വേവ് ലെങ്ത് എത്രയാണ്? 496 നാനോമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ കണ്ടുപിടിച്ചാൽ മതി. എച്ചിൻ്റെ വാല്യൂസ് അത് നമുക്ക് തന്നിട്ടുണ്ടല്ലേ. 6.626 ഇൻറ്റു 10⁻⁻34. ദെൻ ഇവിടെ വരുമ്പം സിയുടെ വാല്യൂ 3 ഇൻറ്റു 10⁸8 ആണ്. ഡിവൈഡഡ് ബൈ ലാംഡ വാല്യൂ ഈസ് 496 ഇൻറ്റു 10⁻9 കൂടെ -9 കൂടെ നമ്മൾ കൊടുക്കണ്ടേ. ഓക്കെ, നാനോമീറ്റർ ആയതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ കറക്റ്റായിട്ട് ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഒരു 0.039 എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും കിട്ടുക. ദെൻ അതിൻ്റെ പവറിൽ ഇവർ തന്നിരിക്കുന്ന പവറിലേക്ക് നമ്മൾ അതിനെ ചേഞ്ച് ചെയ്യുമ്പോൾ ആൻസർ എന്തായിരിക്കും വരിക? 4 ഇൻറ്റു 10⁻⁻19 ജൂൾസ് എന്നായിരിക്കും ആൻസർ വരിക. കണ്ടോ? അപ്പോൾ ഇവിടെയും നമുക്ക് എനർജി തന്നെയാണ് കണക്ട് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ, അത്രേ ഉള്ളൂ. അപ്പോൾ E=hc/λ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്താൽ മതി, നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും കേട്ടോ. ഓക്കെ, അങ്ങനെയാണ് ആൻസർ ഓപ്ഷൻ 1 എന്ന് വന്നത്. കിട്ടുന്നുണ്ടല്ലോ അല്ലേ ആൻസർ? ഓക്കെ, ഇനി അടുത്തത് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ക്വസ്റ്റ്യൻ, എമംഗ് ദി സ്റ്റേറ്റ്മെൻറ്റ്സ് ദ ഇൻകറക്റ്റ് വൺസ്. അപ്പോൾ കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാം. ഇതിപ്പം നമുക്ക് കുറേ സ്റ്റേറ്റ്മെൻറ്റ് ഒരുമിച്ച് തന്നിട്ടുണ്ട്. ഒക്ടാഹെഡ്രൽ കോബാൾട്ട് 3 കോംപ്ലക്സ് വിത്ത് സ്ട്രോങ് ലിഗാൻസ് ഹാവ് വെരി ഹൈ മാഗ്നറ്റിക് മൊമെൻറ്റ്സ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം കാണുമ്പോഴേ നമ്മൾ ഓർത്തോണം 3D സീരീസിലെ ആൾക്കാരുടെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ പറ്റി നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ എന്താണ് നമുക്ക് സ്കാൻഡിയം തൊട്ടുള്ള ആൾക്കാരില്ലേ 3D സീരീസിൻ്റെ എങ്കിലും ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ പറ്റി ഒരു ഐഡിയ ഉണ്ടെങ്കിൽ, ഇപ്പോൾ കൊബാൾട്ട് എന്ന് പറയുമ്പോഴേ D7s2 അങ്ങനെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊബാൾട്ട് 3+ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. അങ്ങനെ നമുക്ക് മുന്നോട്ട് ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങളിത് ചെയ്യുമ്പം ആ ഒരു ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ അത് നമ്മൾ ഓരോ പ്രാവശ്യവും മീൻസ് ഒന്ന് റെഫർ ചെയ്തിട്ടായിരിക്കും ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളത് പഠിച്ചോളും കേട്ടോ. അത് പഠിച്ചു വെക്കുവാണെങ്കിൽ ഇത് കുറച്ചുകൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമേ. ഇത് നിങ്ങൾ എഴുതി പോലും നോക്കാതെ ഐഡൻറ്റിഫൈ ചെയ്യാം. എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം? കൊബാൾട്ട് 3+ എന്ന് പറയുമ്പോൾ D6 കോൺഫിഗറേഷൻ. D6 എന്ന് പറയുമ്പം സ്ട്രോങ് ലിഗാൻഡ് ആണ്. സ്ട്രോങ് ലിഗാൻഡിൻ്റെ കേസിലാണ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ. D6 സ്ട്രോങ് ലിഗാൻഡ് എന്ന് പറയുമ്പോൾ ലോ സ്പിൻ കോംപ്ലക്സ് ആണ്. ലോ സ്പിൻ വരിക എന്ന് പറയുമ്പോൾ D6 ഇലക്ട്രോൺസ് താഴെ തന്നെ വന്ന് പെയർ ചെയ്യുമായിരിക്കും. T2G6 എന്നാണ് വരിക. 3 ഓർബിറ്റൽസിലായിട്ട് 3 സെറ്റ് ഓഫ് ഇലക്ട്രോൺസ്. അവിടെ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്തില്ല? മാഗ്നറ്റിക് മൊമെൻറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും വരുന്നത്. ഇവരിവിടെ ഹൈ മാഗ്നറ്റിക് മൊമെൻറ്റ് എന്ന് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇൻകറക്റ്റ് ഓപ്ഷൻ്റെ അകത്ത് എന്താണെങ്കിലും 1 എന്നുള്ള ആൾ ഉണ്ടാവും. 1 എന്നുള്ള ആൾ ഉറപ്പായിട്ടും ഇതിൻ്റെ അകത്ത് എന്താണ്? ഇൻകറക്റ്റ് ആണ്. ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ വരച്ച് നോക്കും. കൊബാൾട്ട് 3+ എന്ന് പറയുമ്പം D6 ആണ്. ഇത് സ്ട്രോങ് ലിഗാൻഡിൻ്റെ കൂട്ടത്തിൽ വരുമ്പോൾ ലോ സ്പിൻ ആണ്. ലോ സ്പിൻ D6 എന്ന് പറയുമ്പം 1 2 3 4 5 6. അപ്പോൾ ഇവിടെ അൺപെയർഡ് ഇലക്ട്രോൺസ് ഇല്ല. ദാറ്റ് മീൻസ് ഇവിടെ എന്താണ്? ഒരു മീൻസ് ഹൈ മാഗ്നറ്റിക് മൊമെൻറ്റ് വരില്ല. മാഗ്നറ്റിക് മൊമെൻറ്റ് 0 ആയിട്ടായിരിക്കും വരിക. ഇനി ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടത് ഓർക്കുന്നുണ്ടോ? ഡെൽറ്റ O <P എന്ന് പറയുമ്പോൾ പെയർ ചെയ്യാൻ കൂടുതൽ എനർജി വേണം. പെയർ ചെയ്യാൻ കൂടുതൽ എനർജി വേണമെന്നുണ്ടെങ്കിൽ അവർ പെയർ ചെയ്യുമോ?
ഇല്ല, അവരെന്തായിരിക്കും ഹൈ സ്പിന്നായിട്ട് പോവുമായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, പെയർ ചെയ്യാൻ കൂടുതൽ എനർജി വേണം എന്ന് പറഞ്ഞാൽ അവർ പെയർ ചെയ്യത്തില്ല. അപ്പോൾ ഇവർ കൊബാൾട്ട് 3+ൻ്റെ കേസിലെ കോൺഫിഗറേഷനാണ് തന്നേക്കുന്നത്. D6 എന്ന് പറയുമ്പം അവർ പെയറിങ് എനർജി കൂടുതലാണ്. പെയർ ചെയ്യാൻ കൂടുതൽ എനർജി വേണം എന്ന് പറയുമ്പോൾ അവർ പെയർ ചെയ്യത്തില്ല. പെയർ ചെയ്യത്തില്ലെങ്കിൽ അതെന്തായിരിക്കും? ഹൈ സ്പിൻ കോംപ്ലക്സ് ആയിരിക്കും. ഹൈ സ്പിന്നായിട്ട് D6 എഴുതുവാണെങ്കിൽ എങ്ങനെയായിരിക്കും വരിക? 1 2 3 4 5 6 അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? T2G4 EG2 എന്നായിരിക്കും വരിക. അവരത് കറക്റ്റായിട്ടാണ് കൊടുത്തേക്കുന്നത്. വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് അബ്സോർബ്ഡ് ബൈ COEN thrice 3+ ഈസ് ലോവർ ദാൻ ദാറ്റ് ഓഫ് COF6 3-. നമുക്കറിയാം ENൻ്റെ സ്ട്രെങ്ത് ആണ് കൂടുതൽ. സ്ട്രെങ്ത് കൂടുമ്പം എനർജി ഗ്യാപ്പ് കൂടും. എനർജി ഗ്യാപ്പ് കൂടുക മീൻസ് വേവ് ലെങ്ത് കുറയും. ഓക്കെ, അപ്പോൾ ഇവർക്ക് വേവ് ലെങ്ത് കുറവായിരിക്കും. ഇവരുടെ കേസിൽ അവർ അബ്സോർബ് ചെയ്യുന്ന കളറിൻ്റെ അല്ലെങ്കിൽ ആ ലൈറ്റിൻ്റെ വേവ് ലെങ്ത് എന്തായിരിക്കും? കൂടുതലായിരിക്കും. കണ്ടോ, എല്ലാം ഈ സ്ട്രോങ് ലിഗാൻഡ് വീക്ക് ലിഗാൻഡ് സ്പ്ലിറ്റിംഗ് വെച്ചിട്ടാണ് പറയുക. അപ്പോൾ ഇവിടെയും എന്താണ്? ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി അടുത്തത്, ഇഫ് ΔO ഫോർ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് കൊബാൾട്ട് 3+ ഈസ് ΔO വാല്യൂ തന്നിട്ടുണ്ട്, ΔT ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ΔTയും ΔOയും തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ള റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ΔT ദാറ്റ് ഈസ് ഇക്വൽ ടു 4/9 ΔO. ഇവിടുത്തെ കേസിൽ 4/9 ഇൻറ്റു ഇവിടെ തന്നിരിക്കുന്ന ΔO വാല്യൂ എത്രയാണ്? 18,000. ഇത് ചെയ്യുമ്പോൾ എന്താണെങ്കിലും 16,000 കിട്ടത്തില്ലെന്ന് നോക്കുമ്പോഴേ മനസ്സിലാവും. ദി ആൻസർ ഈസ് 8,000. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് ഇൻകറക്റ്റ് ആണ് എന്നും കിട്ടി. അപ്പോൾ അതുകൊണ്ട് ആൻസർ എന്തായിരിക്കും വരിക? 1 and 4 ഉള്ളി ആണ് ഇൻകറക്റ്റ് ആയിട്ട് വരിക. ആൻസർ ഈസ് ഓപ്ഷൻ 2. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. വാട്ട് ഈസ് ദി കറക്റ്റ് കോൺഫിഗറേഷൻ ഓഫ് സെൻട്രൽ ആറ്റം ഇൻ K4FeCN6 ബേസ്ഡ് ഓൺ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി? നമുക്കിത് സ്ട്രോങ് ലിഗാൻഡ് ആണോ വീക്ക് ലിഗാൻഡ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്, സ്ട്രോങ് ലിഗാൻഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ലോ സ്പിൻ കോംപ്ലക്സ് ആയിട്ടായിരിക്കും നിൽക്കുക. ഇനി ഇവരെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പം FeCN6 ഇവിടെ 4+ ചാർജ് ഉണ്ട്. അപ്പോൾ ഇവിടെ 4- ചാർജ് ആണ് വരിക. അപ്പോൾ ഇവിടെ 4- ചാർജ് എന്ന് പറയുമ്പോൾ Fe2+ ആയിട്ടായിരിക്കും. Fe2+ D6 ആണ്. D6 എന്ന് പറയുന്ന ആൾ ലോ സ്പിൻ സ്റ്റേറ്റിൽ വരുമ്പോൾ എങ്ങനെയായിരിക്കും നിൽക്കുക? T2G EG 1 2 3 4 5 6. അപ്പോൾ അങ്ങനെ T2G6 എന്നായിരിക്കും വരിക. EGയിൽ 0. അങ്ങനെ ആൻസർ ഓപ്ഷൻ 2 ആയിരിക്കും വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. When 0.1 mol COCl3NH3 5 times is treated with excess AgNO3, 0.2 mol of AgCl are obtained. Conductivity of solution will correspond to. അപ്പോൾ ഇത് നമ്മൾ നോർമലായിട്ട് വെർണേഴ്സ് കോർഡിനേഷൻ തിയറി വെച്ചിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവർ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം AgNO3 എത്രയാണ് പ്രസിപ്പിറ്റേറ്റ് ചെയ്തത്? 0.2 മോൾസ് ആണ്. 0.1 ഒരു കോംപ്ലക്സ് എക്സസ് AgNO3യുമായിട്ട് കമ്പൈൻ ചെയ്തപ്പോൾ 0.2 മോൾസ് പ്രസിപ്പിറ്റേറ്റ് ചെയ്തു. നമ്മൾ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്ത കാര്യം ഓർക്കുന്നുണ്ടോ? നമ്മൾ 1 മോളിൻ്റെ കേസ് വെച്ചിട്ടാണ് പറഞ്ഞത്. 1 മോൾ ഒരു പർട്ടിക്കുലർ കോംപ്ലക്സ് 1 മോൾ ഓഫ് AgCl പ്രസിപ്പിറ്റേറ്റ് ആണെങ്കിൽ നമുക്ക് പറയാം അത് 1:1 ആയിരിക്കും. ദെൻ അതേപോലെ തന്നെ നമ്മൾ നമുക്കത് ജസ്റ്റ് ഒന്ന് കാണാവേ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ജസ്റ്റ് ഒന്ന് കണ്ടേക്കാം. ഇവരുടെ കേസിൽ നമ്മൾ പറഞ്ഞായിരുന്നു കണ്ടോ, 1 മോൾ ഈ ഒരു കോംപ്ലക്സ് ഫോം ചെയ്യുന്നത് 3 മോൾസ് ഓഫ് AgCl ആയിരിക്കും. അതായത് ഈ ഒരു കോംപ്ലക്സ് എത്ര മോൾസ് ആണോ അതിൻ്റെ 3 ടൈംസ് ആയിട്ടായിരിക്കും AgCl പ്രസിപ്പിറ്റേറ്റ് വരിക. അതിന് കാരണം എന്താണ്? പുറത്ത് 3 ക്ലോറിൻ ഉള്ളത് കൊണ്ടാണ്, അയനൈസിയൻ 3 ക്ലോറിൻ ഉള്ളത് കൊണ്ട്. ഇനി അങ്ങനെയെങ്കിൽ ഇവരുടെ കേസിൽ എന്തായിരിക്കും? 1 മോൾ ഈ ഒരു കോംപ്ലക്സ് ഫോം ചെയ്യുന്നത് എത്ര മോൾസ് ഓഫ് AgCl ആയിരിക്കും? ഇതിൻ്റെ 2 ടൈംസ്. അതിന് കാരണം എന്താണ്? പുറത്ത് 2 ക്ലോറിൻ ഉള്ളത് കൊണ്ട്. ഇനി ഇവരുടെ കേസിൽ എന്തായിരിക്കും? 1 മോൾ ഈ ഒരു കോംപ്ലക്സ് ഫോം ചെയ്യുന്ന AgCl പ്രസിപ്പിറ്റേറ്റ് എത്ര മോൾസ് ആയിരിക്കും? സെയിം മോൾസ് തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ 1 മോളിന് പകരം അവർ 0.1 മോൾസ് എന്ന് തന്നിരിക്കുന്നു. ഇത് 0.1 മോളാണെങ്കിൽ ഇവിടെ ഫോം ചെയ്യുന്ന AgCl എത്രയായിരിക്കും? 0.3 ആയിരിക്കും. അതായത് ഇവരുടെ 3 ടൈംസ് ആയിരിക്കും ഇവരുടെ പ്രസിപ്പിറ്റേറ്റ്. ഇതിൻ്റെ 2 ടൈംസ് ആയിരിക്കും ഇവരുടെ AgCl പ്രസിപ്പിറ്റേറ്റ്. ഇവരുടെ സെയിം തന്നെയായിരിക്കും, സെയിം റേഷ്യോയിൽ തന്നെയായിരിക്കും AgCl പ്രസിപ്പിറ്റേറ്റ്. അപ്പോൾ അങ്ങനെ തന്നെയാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനും വന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ 0.1 മോൾ ഈ ഒരു കോംപ്ലക്സ് എന്ന് പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ 2 ടൈംസ് ആയിട്ടാണ് ഇവർ AgCl പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്തിരിക്കുന്നത് എങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു കോംപ്ലക്സ് 1:2 വരാനല്ലേ പോസിബിലിറ്റി ഉള്ളൂ. 1:3 വന്നു കഴിഞ്ഞാൽ പുറത്ത് 3 ക്ലോറിൻ മീൻസ് 3 ടൈംസ് ആയിട്ടായിരിക്കും വരിക. 2 ടൈംസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ പുറത്ത് 2 ക്ലോറിൻ വരാനാണ് പോസിബിലിറ്റി. അപ്പോൾ 1:2 ആയിട്ട് വരാനുള്ള പോസിബിലിറ്റി അല്ലേ ഉള്ളത്. ഇനി അങ്ങനെ ഒന്നും നോക്കിയില്ലേ പോലും ഈ ഒരു കോംപ്ലക്സ് ആണല്ലോ നമ്മൾ പഠിച്ചത് ഫുള്ളും. നമ്മൾ എന്താ പറഞ്ഞത്? കോർഡിനേഷൻ നമ്പർ 6 വരുന്ന രീതിയിൽ ഫിക്സ് ചെയ്യുക.
NH3 5 ടൈംസ് ഒരു ക്ലോറിൻ വന്നാലല്ലേ കോർഡിനേഷൻ നമ്പർ 6 വരത്തുള്ളൂ. ദെൻ 2 ക്ലോറിനെ നമ്മളിവിടെ പ്ലേസ് ചെയ്തു, കാരണം ടോട്ടൽ 3 ക്ലോറിൻസ് ആണ് ഉള്ളത്. ഇത് 1:2 ഇലക്ട്രോലൈറ്റ് ആണ്. ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ 2 ആയിരിക്കും വരിക. കണ്ടോ? ഇനി ഇവിടെ നമുക്ക് വേണമെങ്കിൽ 0.1 മോളിന് പകരം 0.2 മോൾസ് എന്ന് തരാം. 0.2 മോൾസ് ആണെങ്കിൽ അതിൻ്റെ 2 ടൈംസ് ആയിരിക്കും AgCl പ്രോസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നത്. അപ്പോൾ അത് കമ്പയർ ചെയ്തിട്ട് നമുക്ക് ആൻസർ സെലക്ട് ചെയ്യാവേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ദ റിയാക്ഷൻ FeCN6 ടൈംസ് 3 മൈനസ് gives FeF6 3 ടേക്സ് പ്ലേസ് ഇൻ. അപ്പോൾ ഇവിടുത്തെ കേസിൽ നോക്കി കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാം, ഇവിടെ സ്ട്രോങ് ലിഗാൻഡായിട്ട് വന്നിരിക്കുന്ന ആളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ Fe3+ D5 ആണ്. സ്ട്രോങ് ലിഗാൻഡായിട്ട് വന്നതുകൊണ്ട് ലോ സ്പിൻ ആയിരിക്കും. 1 2 3 4 5 ലോ സ്പിന്നായിട്ട് വരിക. അപ്പോൾ അതുകൊണ്ട് അൺപെയർഡ് ഇലക്ട്രോൺസ് 1 ഉള്ളൂ. FeF6 വരുമ്പോഴത്തേനും ഉറപ്പായിട്ടും അവർ ഹൈ സ്പിൻ ആയിരിക്കും. 1 2 3 4 5. ഓക്കെ, അപ്പോൾ ഇവിടെ അൺപെയർഡ് ഇലക്ട്രോൺസിൻ്റെ നമ്പർ കൂടുതലാണ്. മാഗ്നറ്റിക് മൊമെൻറ്റ് ഉറപ്പായിട്ടും എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യുന്നത് പോലെ ആയിരിക്കും കാണാൻ പറ്റുക. അപ്പോൾ അതുകൊണ്ട് ഇൻക്രീസ് ഇൻ മാഗ്നറ്റിക് മൊമെൻറ്റ് എന്നുള്ളതായിരിക്കും ആൻസർ ആയിട്ട് വരിക, അൺപെയർഡ് ഇലക്ട്രോൺസ് കൂടുന്നതുകൊണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ കറക്റ്റ് ഫോർമുല ഓഫ് ഡൈക്ലോറിഡോ ബിസ് ട്രൈഫിനൈൽ ഫോസ്ഫീൻ നിക്കൽ 2. ഉറപ്പായിട്ടും ഡൈക്ലോറിഡോ എന്ന് പറയുമ്പോൾ ആദ്യമേ ക്ലോറിൻ ഉണ്ടാവും. മീൻസ് ബിസ് ട്രൈഫിനൈൽ ഫോസ്ഫീൻ എന്ന് പറയുമ്പോൾ ട്രൈഫിനൈൽ ഫോസ്ഫീൻ PPH3 അല്ലേ? ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ 4 ആയിരിക്കും വരിക. നെക്സ്റ്റ് വൺ. ഇത് നമുക്ക് നേരത്തെ പഠിച്ച അതേ രീതിയിലാണ്, കണക്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇവർ വരുമ്പം യെല്ലോ ആയിരിക്കുമല്ലോ വരിക, A4 എന്നുള്ളതായിരിക്കും വരിക. അത് കഴിയുമ്പോൾ പർപ്പിൾ. അടുത്തത് വയലറ്റ് ഓർ ഗ്രീൻ ആണ് വരിക. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ വെച്ചിട്ട് ആൻസർ ഓപ്ഷൻ 4 അല്ലേ വരിക. അപ്പോൾ C2 എന്നും D1 എന്നും എഴുതാം. C2 എന്നും D1 എന്നും. കണ്ടോ, നമ്മൾ പഠിച്ച സെയിം കേസാണ്. നെക്സ്റ്റ് വൺ. D4 അയൺസ് ദ 4th ഇലക്ട്രോൺ എൻറ്റേഴ്സ് വൺ ഓഫ് ദി EG ഓർബിറ്റൽസ്. ഇത് നമ്മൾ പറഞ്ഞതായിരുന്നു. 4th ഇലക്ട്രോൺ മേളിലേക്ക് പോയി എന്ന് പറയുമ്പോൾ അത് ഹൈസ്പിൻ കോംപ്ലക്സ് ആണ്. ഹൈസ്പിൻ കോംപ്ലക്സ് വരണമെന്നുണ്ടെങ്കിൽ പെയറിംഗ് എനർജി കൂടുതലായിരിക്കണം. പെയറിംഗ് എനർജി കൂടുതലാണെങ്കിൽ അവർ പെയർ ചെയ്യത്തില്ല, 4ാമത്തെ ഇലക്ട്രോൺ EGയിലേക്ക് പോകത്തല്ലേ ഉള്ളൂ. അപ്പോൾ അതിനെയും കണ്ടീഷൻ നമ്മൾ പറഞ്ഞതായിരുന്നു D4 സിസ്റ്റത്തിൻ്റെ കേസ്. ആൻസർ ഓപ്ഷൻ 2. ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് കോമ്പൗണ്ട് സിനർജിക് എഫക്റ്റ്. സിനർജിക് എഫക്റ്റ് വരണമെങ്കിൽ അത് കാർബണൈൽ കോംപ്ലക്സിൻ്റെ കേസാണ്. എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഫോം ചെയ്യുന്നു, കാരണം പൈ ബോണ്ട് ഫോം ചെയ്യുന്നത് കൊണ്ട്. അപ്പോൾ CO കോമ്പൗണ്ട് തന്നെയല്ലേ വരേണ്ടത്. ഓക്കെ. ഓൾ ദി ഫോളോയിങ് ആർ ഡൈഡൻറ്റേറ്റ് എക്സെപ്റ്റ്. ഡൈഡൻറ്റേറ്റ് ലിഗാൻഡാണിത്. ഇതും ഡൈഡൻറ്റേറ്റ് ആണ്. ഇതും ഡൈഡൻറ്റേറ്റ് ലിഗാൻഡാണ്. NH2 CO- 2 സൈഡിൽ. പക്ഷേ DIEN എന്ന് പറയുന്നതിൻ്റെ ഫോമുല എന്താണ്? ഇവരുടെ കേസിൽ വരുമ്പോഴത്തേനും ഡൈ എഥിലീൻ ട്രൈ അമീൻ എന്നാണ് വരിക. 3 N ഗ്രൂപ്പ്, N സ്ട്രക്ചർ, N അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു ട്രൈഡൻറ്റേറ്റ് ലിഗാൻഡാണ്. ആൻസർ ഓപ്ഷൻ 3 ആണ്. ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡസ് ഇൻട്രാ DD ട്രാൻസിഷൻ ഓഫ് ഇലക്ട്രോൺ ഇൻവോൾവ് അബ്സോർപ്ഷൻ ഇൻ UV റീജിയൻ. UV റീജിയനിൽ അബ്സോർബ് ചെയ്യുന്ന ആൾ എന്ന് പറഞ്ഞ് നമ്മൾ സെപ്പറേറ്റ് കണ്ടതായിരുന്നു. ആൻസർ ഓപ്ഷൻ 4 ആയിരിക്കും വരിക. നെക്സ്റ്റ് വൺ. കറക്റ്റ് ഓർഡർ ഓഫ് ഇൻക്രീസിംഗ് ഫീൽഡ് സ്ട്രെങ്ത് ഇൻ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ്. ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിൻ്റെ ഫീൽഡ് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറാണ്. സ്പെക്ട്രോകെമിക്കൽ സീരീസിനെ പറ്റി നമുക്കൊരു ഐഡിയ ഉണ്ടാവണം. CO CN- എന്ന് തുടങ്ങി അതിനെ ഡിക്രീസ് ചെയ്യുന്ന ആ ഒരു ഓർഡർ നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കണേ. സ്ട്രെങ്ത് ഏറ്റവും കൂടുതലുള്ളത് കുറവുള്ളത് വെച്ചിട്ട് നമുക്കിത് ഐഡൻറ്റിഫൈ ചെയ്യാം. ഇവിടെ തന്നിരിക്കുന്നതിൽ CN- തന്നെയാണ് സ്ട്രെങ്ത് കൂടുതൽ. അപ്പോൾ ഇതെന്താണേലും വരില്ല. അത് കഴിഞ്ഞ് NO2- EN NH3F അങ്ങനെയാണ് വരിക. പൊതുവേ ഹാലജൻസിനൊക്കെ സ്ട്രെങ്ത് ഏറ്റവും കുറവ് തന്നെയായിരിക്കും വരിക. ഫ്ലൂറിൻ എന്താണേലും ലാസ്റ്റാണ് വരിക. അത് ഓർത്ത് തന്നെ നമുക്ക് ആൻസർ സെലക്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഫ്ലൂറിനാണ് ഏറ്റവും ലാസ്റ്റ് വരിക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ആൻസർ സെലക്ട് ചെയ്യാം. ആൻസർ ഓപ്ഷൻ 2 ആണ് വരിക. ദ പെയർ ഓഫ് മെറ്റൽ അയൺസ് ദാറ്റ് ക്യാൻ ഗീവ് എ സ്പിൻ only മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് 3.9 ബോർ മാഗ്നറ്റൺ. 3.9 എന്ന് പറയുമ്പം അൺപെയർഡ് ഇലക്ട്രോൺസിൻ്റെ നമ്പർ എത്രയായിരിക്കും? 3 ആയിരിക്കും. അൺപെയർഡ് ഇലക്ട്രോൺസിൻ്റെ നമ്പർ 3 വരണം. അതെന്തായിരിക്കും? ഇതെന്താ ഹൈ സ്പിൻ ആയിരിക്കുമോ ലോ സ്പിൻ ആയിരിക്കുമോ? ഹൈ സ്പിൻ ആണ്. ഹൈ സ്പിൻ ആയിട്ട് നിൽക്കുമ്പോൾ അൺപെയർഡ് ഇലക്ട്രോൺസിൻ്റെ നമ്പർ 3 വരുന്ന ആൾക്കാർ, ഇവരുടെ എല്ലാ കേസിൽ നമ്മൾ നോക്കുമ്പം വനേഡിയം 2+ എന്ന് പറയുമ്പം അത് D3 സിസ്റ്റമാണ്. കൊബാൾട്ട് 2+ എന്ന് പറയുമ്പം അത് D7 സിസ്റ്റമാണ്. ഹൈ സ്പിൻ ആയിട്ട് എഴുതി നോക്കാം. ഇവിടുത്തെ കേസിൽ 1 2 3 ഇത് ഹൈ സ്പിൻ ലോ സ്പിൻ ക്ലാസിഫിക്കേഷൻ ഒന്നുമില്ല. എന്താണെങ്കിലും അൺപെയർഡ് ഇലക്ട്രോൺസ് 3 ആണ്. ഇവരുടെ കേസിൽ നോക്കുമ്പോൾ 1 2 3 4 5 6 7 അൺപെയർഡ് ഇലക്ട്രോൺസ് 3 തന്നെയാണ് വരിക. അപ്പോൾ അൺപെയർഡ് ഇലക്ട്രോൺസ് സെയിം ആയിട്ട് വരുന്ന ആളാരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്താൽ മതി. പിന്നെ അതേപോലെ തന്നെ ഇത് ഹൈ സ്പിൻ ആണെന്നും ഐഡൻറ്റിഫൈ ചെയ്യണം. അങ്ങനെ നമുക്ക് ആൻസർ കിട്ടുന്നത് എന്തായിരിക്കും? ആൻസർ ഓപ്ഷൻ 3 ആയിരിക്കും വരിക. ഓക്കെ. ദെൻ excess of AgNO3 is added to 100 ml of 0.1 molar aqueous solution of tetraamine dibromido chromium 3 bromide. The amount of AgBr precipitate is. അപ്പോൾ ഇവരുടെ കേസിൽ നമുക്ക് ഇതേപോലെ തന്നെ കണ്ടുപിടിക്കാം. അപ്പോൾ കണ്ടുപിടിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. നമുക്ക് ആദ്യമേ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം അല്ലേ? നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണമെങ്കിൽ മൊളാരിറ്റി ഇൻറ്റു വോളിയമാണ്. മൊളാരിറ്റി ഇൻറ്റു വോളിയമാണ് നമ്മൾ ആദ്യമേ ചെയ്തിട്ട് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കേണ്ടത്.
അപ്പോൾ മൊളാരിറ്റി ഇൻറ്റു വോളിയം എന്ന് പറയുമ്പം 100 ml ആണ്, അതുകൊണ്ട് ലിറ്ററിലേക്ക് മാറ്റണം. വോളിയം എന്ന് വോളിയം എന്ന് പറയുന്നത് 100 ml, മൊളാരിറ്റി എന്ന് പറയുമ്പോൾ 0.1. കണ്ടോ? അപ്പോൾ അങ്ങനെ നമുക്ക് 0.01 മോൾ എന്നായിരിക്കും ആൻസർ കിട്ടുക. കണ്ടോ? ഇനി ഇവിടുത്തെ ഫോമുല നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ബ്രോമിൻ ഒരാളായിട്ടാണ് പുറത്ത് വരിക. അപ്പോൾ ബ്രോമിനാണ് പുറത്ത് വരുന്നത് എന്നുണ്ടെങ്കിൽ അവരുടെ നമ്പർ ഓഫ് മോൾസ് എത്രയാണോ അത്ര തന്നെയായിരിക്കും AgBr പ്രസിപ്പിറ്റേറ്റും വരിക. അപ്പോൾ ഇവരുടെ കോംപ്ലക്സിൻ്റെ അകത്ത് നമുക്ക് കാണുന്നത് ടെട്രാ അമീൻ ക്രോമിയമാണ് വരിക. ടെട്രാ അല്ലേ 4 ആണ്. ടെട്രാ അമീൻ ബ്രോമിഡോ ഡൈബ്രോമിഡോയാണ്. ഓക്കെ, ഡൈബ്രോമിഡോയാണ്. അപ്പം പുറത്ത് എന്താണേലും ഒരു ബ്രോമിനായിരിക്കുമല്ലോ വരിക അല്ലേ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്യാം. ഇവിടെ ക്രോമിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 3 ആണ് വരിക. 3 - 2 ദാറ്റ് ഈസ് ഇക്വൽ ടു +1. ഇവിടെ +1 എന്ന് വരണമെങ്കിൽ പുറത്തൊരു ബ്രോമിനായിരിക്കും. അപ്പോൾ ഇവർ എത്ര മോൾസ് ഉണ്ടോ അത്രയും തന്നെ പ്രസിപ്പിറ്റേറ്റ് ആയിരിക്കും AgBr ആയിട്ട് വരിക. അങ്ങനെ നമുക്ക് ആൻസർ സെലക്ട് ചെയ്യാം. ആൻസർ ഓപ്ഷൻ എന്തായിരിക്കും? ഓപ്ഷൻ 1 ആയിരിക്കും വരിക. അപ്പോൾ ഇതേ രീതിക്കാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. ഇങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. പ്രോബ്ലം പാർട്ടിൽ നിന്ന് ഈ രീതിക്കൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ ഇങ്ങനെ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ കോർഡിനേഷൻ കോംപ്ലക്സിൽ ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്കപ്പോൾ ഇതിലെ ഒരു റിവിഷൻ ക്ലാസ്സും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസും ഒക്കെ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും JEE മെയിൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാ ബെസ്റ്റ് വിഷസും നൽകുന്നു. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.